ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ, യം നത്വാ കൃതകൃത്യാസ്യുഃ തം നമാമി ഗജാനനം. മള്ളിയൂർ ഗണപതേ ശരണം. ദൗർഭിര്യുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന, ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ജാപരേണ, ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാന, സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. സംസരസ്വതീ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുഭ്യോ നമഃ. സർവേഭ്യ ആചാര്യേഭ്യോ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം, നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ ശിവായ. ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ, പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം, കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ മള്ളിയൂർ ഗണപതേ ശരണം. ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിലെ മന്വന്തരങ്ങളെക്കുറിച്ചാണ് വർണ്ണിച്ചുകൊണ്ടിരുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ 14 മന്വന്തരമാണ്. അതിൽ ഓരോ മന്വന്തരങ്ങളിലും മനു ആരാണെന്നും ഇന്ദ്രൻ ആരായിരുന്നെന്നും ഭഗവാന്റെ അവതാരങ്ങൾ ഏതെല്ലാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോരുമ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങളിലായിട്ട് തന്നെ ഒന്നാമത്തെ മന്വന്തരം പറഞ്ഞു തീർന്നിട്ടില്ല. സ്വയംഭവ മന്വന്തരത്തിനെ വളരെ വിസ്തരിച്ച് പറഞ്ഞു. പിന്നീടുള്ള മന്വന്തരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും മന്വന്തരമൊക്കെ വളരെ ചുരുക്കി പറഞ്ഞു. 4-ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ ഗജേന്ദ്രമോക്ഷം എന്ന ചരിത്രം, ഹരി എന്ന പേരിൽ അവതരിച്ച് ഭഗവാൻ മുതലയുടെ പിടിയിൽപ്പെട്ട ആനയെ രക്ഷിച്ച ചരിത്രം പറഞ്ഞു. 5-ാമത്തെ മന്വന്തരത്തിലെ ചരിത്രം അതും ചുരുക്കി പറഞ്ഞു. 6-ാമത്തെ മന്വന്തരത്തിലെ പാലാഴി മഥനം എന്നുള്ള ലീലയെ അനുസ്മരിച്ചു. ഈ 7-ാമത്തെ മന്വന്തരത്തിലെ ചരിത്രം പറയുന്ന സമയത്താണ് ഭഗവാൻ അസുരചക്രവർത്തിയായ ബലിയുടെ മുമ്പിൽ ചെന്ന് 3 അടി മണ്ണ് യാചിക്കുക എന്ന വ്യാജേന അദ്ദേഹത്തിൽ നിന്നെല്ലാം തട്ടിപ്പറിക്കുകയും അദ്ദേഹത്തെ ബന്ധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്? സർവേശ്വരനായിരിക്കുന്ന യജ്ഞമൂർത്തിയായ ഭഗവാൻ കേവലം ഒരു യാചകനെ പോലെ ഒരാളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി യാചിക്കേണ്ടി വന്നുവെങ്കിൽ എന്തോ അത്രയ്ക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടാണല്ലോ. അതൊന്ന് കേട്ടാൽ കൊള്ളാം. അത് മാത്രമല്ല, എല്ലാം സമർപ്പിച്ചതായ ബലിയെ എന്തിനാണ് ഭഗവാൻ ലബ്ധാർത്ഥോപി ബബന്ധതം, അയാളെ ബന്ധിക്കുകയും
താഴെയുള്ള ലോകങ്ങളിലേക്ക് പറഞ്ഞയച്ചതും എന്തിനാണ്? അത് കേൾക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആ ചരിത്രമാണ് 9 അധ്യായങ്ങൾ കൊണ്ട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ദേവാസുര യുദ്ധമുണ്ടായ സമയത്ത് അനവധി അസുരന്മാർ മരിക്കുകയുണ്ടായി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം നാരദ മഹർഷി വന്ന് ശുക്രാചാര്യരോട് പറഞ്ഞു, വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ലാത്ത ആൾക്കാരെ അസുരന്മാരെ ജീവിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് ഈ യുദ്ധത്തിൽ മരിച്ചുപോയ ബലിയും ജീവിക്കാനിടയായി. അങ്ങനെ ഭൃഗു, ശുക്രാചാര്യരും അതുപോലെയുള്ള ബ്രാഹ്മണരും കൂടി അദ്ദേഹത്തിനെ ജീവിപ്പിക്കുകയും ശിഷ്യനോടുള്ള വാത്സല്യം കൊണ്ട് ഇദ്ദേഹത്തിന് ശക്തി ഉണ്ടാകാൻ വേണ്ടി വിശ്വജിത്ത് എന്നു പേരുള്ള ഒരു യാഗം നടത്തി. ആ യാഗത്തിൻ്റെ അഗ്നിയിൽ നിന്ന് എല്ലാ യുദ്ധസന്നാഹങ്ങളോടും കൂടിയതായ ഒരു തേര് ഉയർന്നു വരികയാണ്. അപ്പോൾ തേരുണ്ട്, കുതിരയുണ്ട്, 2 ആവനാഴികൾ, ഒരിക്കലും അമ്പ് തീരാത്ത ആവനാഴികൾ, അതുപോലെ സിംഹം കൊടിയടയാളമായിട്ടുള്ള കൊടി, സ്വർണം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതായ തേര്, ഇങ്ങനെ യുദ്ധസന്നാഹങ്ങളോടുകൂടി ആ തേരിങ്ങോട് വന്ന സമയത്ത് ശുക്രാചാര്യ പറഞ്ഞു, ഈ തേരിൽ കയറി നീ നേരിട്ട് സ്വർഗത്തിലേക്ക് ചെന്നാൽ നിന്നെ വധിക്കാനിടയായ ആ ഇന്ദ്രനെ തോൽപ്പിക്കാൻ യാതൊരു വിഷമവും ഇല്ല, സ്വർഗസുഖം നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരു പണി ചെയ്തോളൂ, മുത്തശ്ശനെ പോയി നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രഹ്ലാദമാമന്ത്രിയ നമസ്ചകാര, മുത്തശ്ശനായ പ്രഹ്ലാദനെ നമസ്കരിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുടുംബത്തിൽ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അവരുടെ കാൽക്കൽ ചെന്നൊന്ന് നമസ്കരിച്ചാൽ ആ അനുഗ്രഹം വളരെ കേമാണ്. അങ്ങനെ അനുഗ്രഹിച്ചപ്പോൾ തൻ്റെ പേരക്കുട്ടിയോട് സ്നേഹം കൂടും, അങ്ങനെയാണ്. അതുകൊണ്ട് അമ്ലാന പുഷ്പം, ഒരിക്കലും വാടാത്ത ഒരു താമരമാല പ്രഹ്ലാദൻ ബലിയുടെ കഴുത്തിൽ അണിയിച്ചു. ഉണ്ണി, ഈ മാല ഒരിക്കലും വാടില്ല, എന്നാണോ ഇതിനൊരു വാട്ടം സംഭവിക്കുന്നത് അന്ന് മാത്രമേ നിനക്ക് പരാജയമുണ്ടാവൂ എന്ന് പറയും. അവിടുന്ന് പുറപ്പെട്ട് ഗുരുനാഥനെ നമസ്കരിച്ചു. ഗുരുനാഥനൊരു ശംഖ് കൊടുത്തു, ജലജം ച ശുക്ര. ഈ ശംഖ് വിളിച്ചാൽ പിന്നീട് യുദ്ധമൊന്നും വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. തേരിൽ കയറി ഇദ്ദേഹം നേരെ സ്വർഗത്തിലേക്ക് ചെന്ന സമയത്ത് ദേവന്മാരൊക്കെ ഭയപ്പെട്ടു പോയി. എന്തൊരു വരവാണിത്! തൻ്റെ ശത്രു, നമ്മൾ യുദ്ധത്തിൽ കൊന്നതായ ബലി ഇത്രയും ശക്തനായി വരാൻ എന്താ കാരണം എന്ന് പരിഭ്രമിച്ച ഒരു ദേവഗുരുവായി ബൃഹസ്പതിയോട് ചോദിച്ചു. അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, അത് നിങ്ങൾക്കില്ലാത്തതായ ഒരു ഗുണം അസുരന്മാർക്കുണ്ട്. കാരണം അവർക്ക് ഗുരുവിനെ വലിയ ബഹുമാനമാണ്. അപ്പോൾ സർവാത്മനാദാന ഭജൻ ഭൃഗുൻ ബലിശിഷ്യോ മഹാത്മാർത്ഥ നിവേദന. തനിക്ക് ജീവൻ പോലും തിരിച്ചു തരാൻ പറ്റും ഗുരുനാഥനെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹം സന്തോഷിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ, ഇനി മുതൽ എൻ്റെ ജീവിതവും എൻ്റെ ഈ ആയുസ്സും എല്ലാം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യനുള്ള വാത്സല്യം കൊണ്ട് അദ്ദേഹം യാഗം ചെയ്യിച്ച് ശക്തനാക്കി പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ത്രിമൂർത്തികൾക്ക് പോലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേഗം സ്വർഗം ഉപേക്ഷിച്ച് പോവുക നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ ദേവന്മാരൊന്നും ആലോചിച്ചില്ല, കാരണം യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അത്ര ശക്തനാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാം സ്വർഗം ഉപേക്ഷിച്ച് ഭൂമിയിലേക്കും മറ്റും പോകുന്ന പല കാടുകളിലും മേടുകളിലും ഗുഹകളിലുമൊക്കെ മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ട് താമസിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു തുള്ളി രക്തം പോലും വീഴാണ്ട് സ്വർഗത്തെ കീഴടക്കി ഗുരുനാഥൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് യുദ്ധമൊന്നും വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ സൗഭാഗ്യം മുഴുവൻ ഗുരുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചപ്പോൾ ഒന്നുകൂടി സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി, ഒരിക്കൽ നിന്നെ ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത്. നിനക്ക് സ്ഥിരമായിട്ട് അവിടെ ഇരിക്കാൻ മോഹമുണ്ടല്ലേ, എന്നാൽ 100 അശ്വമേധയാഗം ചെയ്യണം, അതിന് തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞ് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ തം നർമ്മദായാസ്തട ഉത്തരേ, നർമ്മദാ നദി ഗുജറാത്തിലുള്ള സ്ഥലമാണ്, അതിൻ്റെ വടക്കേ കരയിൽ ഭൃഗുകച്ഛം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്, ഇന്നത്തെ കച്ച് എന്ന് പറയുന്ന പ്രദേശമാണ്, അവിടെ വെച്ചാണ് ഈ ബലിയെക്കൊണ്ട് അശ്വമേധാദി യാഗങ്ങൾ ചെയ്യിക്കാൻ തുടങ്ങി. അവിടെ യാഗം ഇങ്ങനെ പുരോഗമിക്കണം. അപ്പോഴാണ് ദേവന്മാരുടെ മാതാവായിരിക്കുന്ന അതിഥിക്ക് എന്തെന്നില്ലാത്ത ദുഃഖം.
എന്താ ദുഃഖത്തിന് കാരണം? ഒരമ്മയ്ക്ക് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് കഴിയണില്ല, അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെന്ന് കേട്ടാൽ അതാണ് ഏറ്റവും വിഷമം. ഇവിടെ തൻ്റെ മക്കളിപ്പോൾ സ്വർഗത്തിലൊന്നുമില്ല, അവിടെ നാട്ടിൽ പുറത്താക്കിയിരിക്കണു, കാട്ടിലും മേട്ടിലും ഒക്കെ അലയുകയാണെന്ന് കേട്ടപ്പോൾ അമ്മയുടെ മനസ്സ് വേദനിച്ചു. നിരുത്സവം നിരാനന്ദം സമാധേർവിരതശ്ചിരാൽ. ഈ പലപ്പോഴും തപസ്സൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം തപസ്സൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ തിരിച്ചു വരും. 13 ഭാര്യമാരുണ്ട്, അതിഥി, ദിതി, ധനു, കാഷ്ഠ, അരിഷ്ട, ഇതിലേതെങ്കിലും ഒരാളുടെ ആശ്രമത്തിൽ ചെല്ലും. ആ ദിതിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ കണ്ടതെന്താ? ഒരു മരണം നടന്ന സ്ഥലം പോലെ, യാതൊരു സന്തോഷവുമില്ല, ആകപ്പാടെ ശോകമൂകമായിരിക്കുന്ന ആ ഗൃഹത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു, എന്താ അതിഥി നിനക്ക് പറ്റിയത്? അപ്യഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേധുനാഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോശ്ചന്ദാനുവർത്തിനാം. അപ്പോൾ ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ദുഃഖത്തിനുള്ള കാരണം പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും കാരണവശാൽ ധർമാനുഷ്ഠാനം വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ലയോ? അതോ ഇവിടെ ഗൃഹത്തിൽ വന്നതായ ബ്രാഹ്മണരെയോ അതിഥികളെയോ വാക്കുകൊണ്ട് പോലും ഒന്ന് സൽക്കരിക്കാൻ സാധിച്ചില്ലേ? പ്രത്യുത്ഥാനേന വാക്വചിൽ നിന്നാണ്. നമ്മുടെ ഗൃഹത്തിൽ ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് വരൂ എന്ന് സ്വീകരിക്കണം. അങ്ങനെ നീ എന്തെങ്കിലും ഗൃഹകൃത്യത്തിൽ മുഴുകിയിരുന്നുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാരെ സൽക്കരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അപരാധം അറിഞ്ഞോ അറിയാതെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് അതിഥി പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വന്നതായ എല്ലാ ആൾക്കാർക്കും വേണ്ടതായ ഭിക്ഷവോ ഏച്ച ലിപ്സവ, എന്തെങ്കിലും കാര്യം ചോദിച്ചു വന്നവർക്കൊക്കെ എനിക്ക് വേണ്ട പോലെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ധർമ്മം വേണ്ട രീതിയിൽ എനിക്ക് നിർവഹിക്കാൻ പറ്റിയെന്നാണ് വിചാരം. അതൊന്നും അല്ല എൻ്റെ ദുഃഖത്തിന് കാരണം. പിന്നെ എന്താ കാരണം? പറഞ്ഞു. അവസാനം ചോദിച്ചു, എന്നാൽ പിന്നെ എന്താ നിൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും? അഭിസർവേ കുശലിനസ്തവ പുത്രാമനസ്വിനി, നിൻ്റെ കുട്ടികൾക്കൊക്കെ ദേവന്മാർക്കൊക്കെ സുഖമല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ധർമ്മങ്ങൾ വേണ്ട രീതിയിൽ നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട്, അതുപോലെ എന്നെ ആശ്രയിച്ച ജനങ്ങൾക്കും വേണ്ടതൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ധർമാർത്ഥ കാമങ്ങളൊക്കെ വേണ്ട രീതിയിൽ നിർവഹിക്കുന്നുണ്ട്, അഗ്നിയൊന്നും ഒരിക്കലും കെട്ടുപോയിട്ടില്ല. ബ്രാഹ്മണർക്ക് പണ്ട് സങ്കടമുള്ള കാര്യമാണ്, അവർ എല്ലാ ദിവസവും സൂക്ഷിക്കേണ്ട ചില അഗ്നികളുണ്ട്, ആ അഗ്നി കെട്ടുപോയാൽ ഒരു പാവാണ്. അപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല. സർവം ഭഗവതോ ബ്രഹ്മൻ അനുധ്യാന ഋഷ്യതി, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടും ഇതുപോലെ ഉപദേശം തരാനുള്ളത് കൊണ്ടും ഇന്നുവരെ അപകടമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, തവൈവ മാരീച മനഃശരീരജാ പ്രജാ ഇമാ സത്വരജസ്തമോജുഷ സമോ ഭവാംസ്താസു അസുരാദിഷു പ്രഭോ തഥാഭിഭക്തം ഭജതേ മഹേശ്വര. അങ്ങയ്ക്ക് 13 പത്നിമാരുണ്ട്, അതിലാണ് അസുരന്മാരും ദേവന്മാരും പല ജീവജാലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സത്വരജസ്തമോജുഷ, ചിലതൊക്കെ സാത്വിക ഗുണമുള്ളവരും ചിലത് രാജസ ഗുണമുള്ളവരും ചിലത് തമോ ഗുണമുള്ളവരൊക്കെയാണ്. അവരൊക്കെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ സമന്വയമാണ്. കാരണം തൻ്റെ മക്കളാണെന്നുള്ളത് എല്ലാവരോടും ഒരുപോലെയാണ്. പക്ഷേ ഭഗവാൻ എല്ലാവരോടും തുല്യനായിട്ടാണ് പെരുമാറുന്നതെങ്കിലും സമപ്രിയ സുഹൃത് ബ്രഹ്മൻ നേരത്തെ സൂചിപ്പിക്കും. അങ്ങനെ സമനാണെങ്കിലും ഭഗവാൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഭജിക്കുന്ന ആൾക്കാരെ അവരെ അനുഗ്രഹിക്കുക എന്നുള്ള ഭഗവാന്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ശ്രേയസ് വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടു. അപ്പോഴാണ് കശ്യപ പ്രജാപതിക്ക് അത്ഭുതമായി. ഏറ്റവും നല്ല സ്വഭാവക്കാരിയായ അതിഥി പോലും പറയുകയാണ്, തൻ്റെ മക്കൾക്ക് എല്ലാ സുഖം വരണം. തൻ്റെ അനിയത്തിയുടെ മക്കളാണിപ്പോൾ സ്വർഗത്തിലിരിക്കുന്നത്, പക്ഷേ അതുപോലും സഹിക്കാൻ പറ്റണില്ല. അഹോ മായാബലം വിഷ്ണോഹോ സ്നേഹബദ്ധമിതം ജഗൽ. ഈശ്വരൻ്റെ മായയുടെ ഒരു ശക്തി. പണ്ട് വിതുരനും പറഞ്ഞു അല്ലേ, വിതുരനെയും അവിടുന്ന് ഹസ്തനപുരത്ത് നിന്ന് പറഞ്ഞയക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു നമസ്കാരം ഉണ്ടായിരുന്ന, ആരെ നമസ്കരിച്ച്? ഭഗവാന്റെ മായയ്ക്ക് നമസ്കാരം. ഞാനെന്നും എൻ്റേതെന്നും നീയെന്നും നിൻ്റേതെന്നുള്ള ഭേദബുദ്ധി ആരുടെ മായ കൊണ്ടാണോ തോന്നിക്കുന്നത് അല്ലേ? അതും പ്രഹ്ലാദം പറഞ്ഞു, അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ആ മായയുടെ ശക്തിയെക്കുറിച്ച് വലിയ അത്ഭുതമാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പറഞ്ഞു, കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തു. പിന്നെ ഏതായാലും നീ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, സവിധാസ്യതേ കാമാൻ ഹരിർദീനാനുകമ്പനഃ. ശ്രീഹരി ഭഗവാനെ വേണ്ട രീതിയിൽ ഭജിച്ചോളൂ, അദ്ദേഹം ദീനന്മാരോട് അനുകമ്പയുള്ള ആളാണ്. അങ്ങനെ നിനക്ക് ഭഗവാനെ പൂജിച്ചാൽ അമോഘ ഭഗവത് ഭക്തി, ഒരിക്കലും ഫലം ഉണ്ടാകാതെ വരില്ല ശ്രീഹരിയെ ഭജിച്ചാൽ.
അതല്ലാതെ വേറൊരു മാർഗവും ഞാനിപ്പോൾ നോക്കിയിട്ട് നിൻ്റെ മക്കളുടെ ശ്രേയസ്സിന് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്ത് വ്രതമാണ് ഞാൻ ചെയ്യേണ്ടത്? കേനാഹം വിധിനാ ബ്രഹ്മൻ ഉപസ്ഥാസ്യേ ജഗൽപതിയായിരിക്കുന്ന ഭഗവാനെ ഞാൻ എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാൻ ഒരിക്കൽ ബ്രഹ്മാവിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു തന്ന ഒരു വ്രതമുണ്ട്, പയോവ്രതം. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വേണ്ട രീതിയിൽ ആ പയോവ്രതം 12 ദിവസം കൊണ്ട് അനുഷ്ഠിച്ചാൽ ഭഗവാൻ സന്തോഷിച്ച് വരാനാശുപ്രദാസ്ഥിതി, നിനക്ക് വേണ്ട വരങ്ങൾ തരും എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഫാൽഗുനസ്യാമലേ പക്ഷേ, മീനമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ പ്രതിപദിനത്തിൻ്റെ അന്ന് ആരംഭിച്ച് ദ്വാദശിയും ചെയ്ത് ത്രയോദശിയിൽ കാലുകഴിച്ചൂട്ടും അതുപോലുള്ള ചടങ്ങൊക്കെ ചെയ്ത് അവസാനിപ്പിക്കാവുന്ന രീതിയിലാണ് ആ പയോവ്രതത്തിനെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തത്. അതിന് ജപിക്കേണ്ട മന്ത്രത്തെയും പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ തുടങ്ങണ ദിവസം തന്നെ രാവിലെ വേറൊരു കാര്യം ചെയ്താൽ, കുളിക്കുന്നതിന് മുമ്പ് സിനീവാല്യാമൃതാലിപ്യ, ഈ കാട്ടുപന്നി ഉണ്ടാവും, കാട്ടുപന്നി അതിൻ്റെ തേറ്റ കൊണ്ട് കുത്തി ഇളക്കിയിട്ടുള്ളതായ ആ മണ്ണ് ശരീരം മുഴുവൻ വെച്ച് പിടിപ്പിച്ച് അതുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ശുദ്ധമായിട്ട് ചെയ്താൽ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ കാട്ടുപന്നി ഇളക്കിയ മണ്ണൊന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് മണ്ണ് കൊണ്ടാണെങ്കിലും മൃതാലിപ്യ അങ്ങനെയൊക്കെ ശുദ്ധം വരുത്തിയതിന് ശേഷം ചെയ്താൽ ഫലം കൂടും. എന്താണ് ഈ പയോവ്രതം? പാലിനാണ് പ്രാധാന്യം. പാല് കൊണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യുക, പാൽപ്പായസം ഉണ്ടാക്കി നിവേദിക്കുക, അങ്ങനെയൊക്കെ പാല് പ്രധാനമായതുകൊണ്ടാണത് പറഞ്ഞത്. ആ ഭഗവാനെ ജപിക്കേണ്ട മന്ത്രങ്ങൾ നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂതനിവാസായ വാസുദേവായ സാക്ഷിണേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നീണ്ട മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആവാഹന പുരസ്കൃതം, ഭഗവാനെ ആവാഹിച്ച് ഇതുപോലെ അഭിഷേകം ചെയ്ത് അർഘ്യം, പാദ്യം, ധൂപം, ദീപം മുതലായ എല്ലാം സമർപ്പിച്ച് വേണ്ട രീതിയിൽ പൂജ ചെയ്യുകയും, ദ്യവരാൻ ഭോജയിൽ 2 ബ്രാഹ്മണരെ എല്ലാ ദിവസവും കാല് കഴിയിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ അനുഗ്രഹം വാങ്ങുകയും ഒക്കെ ചെയ്യണം. പിന്നെ അതുമാത്രം പോരാ, ഇത് തീരണ ദിവസമാണെങ്കിൽ അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദീനാന്ധകൃപണേഷുച, വയ്യാത്ത പല ആൾക്കാർ, കണ്ണ് കാണാൻ വയ്യാത്തവരോ പല ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, അവർക്കുമൊക്കെ ഭക്ഷണം കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് വേണം ഈ വ്രതം അവസാനിപ്പിക്കാൻ. ഭോജയേൽത്താൻ ഗുണവതാ സദന്നേന ശുചിസ്മിതേ അന്യാംശ ബ്രാഹ്മണാൻ ശക്തിയായേ ച തത്ര സമാഗത. അവിടെ ആചാര്യന്മാരായിട്ട് വന്നിരിക്കുന്ന അറിവുള്ളതായ ആൾക്കാർക്ക് അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ളതായ വസ്ത്രവും ആഭരണവും പശുക്കളും ഒക്കെ ദാനം ചെയ്ത്, അതാണല്ലോ അവരുടെ യോഗ്യതയ്ക്ക് കുറവ് വരരുത്, അതിന് രീതിയിൽ ദക്ഷിണയൊക്കെ ചെയ്യണം, ഋത്തിക്കുകളെ സന്തോഷിപ്പിക്കണം. അതൊക്കെയാണ് വിധിപ്രകാരമുള്ളതായ ഈ ഹരിയുടെ ആരാധന. പിന്നെ അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാലേ താൻ കഴിക്കാവുള്ളൂ. ഭുക്തവത്സുജ സർവേഷു ദീനാന്ധകൃപണേഷു ച വിഷ്ണോസ്തൽ പ്രീണനം വിദ്വാൻ ഭുഞ്ജീത സഹ ബന്ധുഭിः. അത് ഈ വേദത്തിൽ അല്ലെങ്കിൽ യാഗാദി കർമ്മങ്ങളിലൊക്കെ പറയും. അല്ലെങ്കിൽ സപിണ്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പറയും ഇഷ്ടൈ സഹ ഭുജ്യതാം, അല്ലെ പറയുന്നത് ഇനി ഇതെല്ലാം ഭംഗിയായിരിക്കണു, ഇനി നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുമായിട്ട് ഒന്നിച്ചിരുന്ന് സഹോപഭുജ്യതാം, ഒന്നിച്ച് കഴിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ആ അനുഗ്രഹം കിട്ടുന്നത്. അപ്പം അതുപോലെ ചെയ്താൽ ഇതിനെ സർവവ്രതം എന്ന് പറയുന്നവന് ഇങ്ങനെ ഭഗവാനെ സന്തോഷിക്കും. ഏവം തസ്മാദേതത് വ്രതം ഭദ്രേ പ്രയത ശ്രദ്ധയാചര ഭഗവാൻ പരിതുഷ്ടസ്തേ വരാനാശു വിധാസി, നിനക്ക് വേണ്ട വരങ്ങളെ തരും എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടതായ അതിഥി ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ആ പയോവ്രതം വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചു. എങ്ങനെയാ? ചിന്തയന്ത്യേകയാ ബുദ്ധിയാ, ബുദ്ധിയിൽ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മഹാപുരുഷനായിരിക്കുന്ന ഭഗവാനെ, ദുഷ്ടന്മാരായ ഇന്ദ്രിയങ്ങൾ ആകുന്ന കുതിരയൊക്കെ ബുദ്ധിയാകുന്ന കടിഞ്ഞാട് കൊണ്ട് പിടിച്ച് അടക്കി മനസ്സിനെയൊക്കെ നന്നായിട്ട് നിയന്ത്രിച്ച് ഭഗവാനെ അങ്ങോട്ട് ഭജിച്ചു. വാസുദേവേ സമാധായ ചചാരഹ പയോവ്രതം, വാസുദേവനിൽ മനസ്സ് നന്നായിട്ട് അങ്ങോട്ട് ഉറപ്പിച്ച് വേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അവളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. തസ്യാപ്രാദുരഭൂൽത്താത
ഭഗവാൻ ആദിപൂരുഷ, ശംഖചക്രഗദാപത്മങ്ങളൊക്കെ ധരിച്ച് മഞ്ഞപ്പട്ടൊക്കെ ഉടുത്ത് അനവധി ആഭരണങ്ങളൊക്കെ ധരിച്ച് തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ കണ്ടപ്പോൾ അതിഥിക്ക് വേഗം ദണ്ഡനമസ്കാരം ചെയ്തു എന്നാണ്. സ്ത്രീകൾ അങ്ങനെ നമസ്കരിക്കാറില്ല. പക്ഷേ ഇവിടെ എന്താ അതിന് കാരണം പറഞ്ഞു. ബദ്ധാഞ്ജലിരീഡിതും സ്ഥിത തദ്ദർശന അത്യുത്സവഗാത്രവേ ബധു. ഈ ഭഗവാനെ പെട്ടെന്ന് കണ്ടതുള്ളതായ സാധ്വസ വിസ്മൃതക്രമ. ഭഗവാൻ ഇങ്ങനെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, ഇത്രയും സുന്ദരനാവും, ഇത്രയും കാരുണ്യം ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല. അപ്പോഴാണ് ആ സ്വരൂപത്തെ കണ്ടപ്പോൾ എല്ലാം മറന്നു. ഞാൻ പെണ്ണാണെന്ന് പോലും. അങ്ങനെയാണ് വേണ്ടത്. ഈശ്വരനെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ പോലും മറക്കണം. അങ്ങനെ വീണങ്ങട് നമസ്കരിച്ചു. പക്ഷെ ഭഗവാൻ എന്താ വരം വേണ്ടത്? അപ്പോൾ ഭഗവാനെ സ്തുതിച്ചു. യജ്ഞേശ, യജ്ഞപുരുഷ, അച്യുത, തീർത്ഥപാദ, തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ. അങ്ങനെ യജ്ഞത്തിൻ്റെ ഫലദാതാവായ ഭഗവാനെ, യജ്ഞസ്വരൂപനായ ഭഗവാനെ, ഭക്തന്മാരെ നിരന്തരം ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അർച്ചിക്കുന്നതായ പാദത്തോടു കൂടിയ ഭഗവാനെ, അതുപോലെ എല്ലാവർക്കും ശുദ്ധി കൊടുക്കുന്നതായ നല്ല നല്ല കഥകളുള്ള ഭഗവാനെ, ചെവി കൊണ്ട് കേട്ടാൽ ശ്രവണമംഗളനാമധേയ, എല്ലാ മംഗളങ്ങളും തരുന്ന പേരുകളുള്ളവനെ എന്നൊക്കെ സ്തുതിച്ചു. എന്നിട്ട് പറയുകയാണ് ഭഗവാന്റെ പ്രത്യേകത എന്താ? ആവന്നലോക വൃജനോപശമായ ഉദയാദ്യ. ഭഗവാൻ എന്തിനാണ് ഉദിക്കുന്നത്? തന്നെ ശരണം പ്രാപിച്ച ആൾക്കാരുടെ ദുഃഖത്തെ മുഴുവൻ തീർക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഭഗവാനെ ഞങ്ങൾക്ക് ശം ന കൃധീശ, നല്ലത് വരുത്തണേ. കാരണം ഭഗവാൻ ദീനനാഥനാണല്ലോ എന്നുകൂടി പറഞ്ഞു. അങ്ങനെ ഭംഗിയായിട്ട് പറയുകയാണ് ഭഗവാനെ കൊണ്ട് എന്താ സാധിക്കാത്തത്? ഒന്നും സാധിക്കാത്തില്ല. ആയു പരം വപുരഭീഷ്ടം അതുല്യലക്ഷ്മീഹി ദ്യോഭൂരസാഹ. സ്വർഗത്തിലെയും രസാതലത്തിലെയും അതുപോലെ എല്ലാ യോഗ ശക്തികൾ പോലും ജ്ഞാനം പോലും ഭഗവാൻ സന്തോഷിച്ചാൽ തരാൻ സാധിക്കുമെങ്കിൽ ഈ ശത്രുവിനെ ജയിക്കുക എന്ന് പറഞ്ഞ നിസ്സാരമായ അനുഗ്രഹം ഭഗവാന് തരാൻ വല്ല വിഷമമുണ്ടോ എന്നൊക്കെ സ്തുതിച്ചു. ഈ സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഭഗവാന് കാര്യം മനസ്സിലായി. ഭഗവാൻ ഒന്നും അധികം പറയിപ്പിച്ചില്ല. ഇങ്ങോട്ട് പറയുക, ദേവമാതർഭവത്യാമേ വിജ്ഞാതം ചിരകാംക്ഷിതം. അമ്മേ, ഒരു കാര്യം, അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ പയോവ്രതം കൊണ്ട് അനുഷ്ഠിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ അത് അത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് പറയാൻ വയ്യ. കാരണം അമ്മയുടെ മോഹം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന അസുരന്മാരെയെല്ലാം അവിടുന്ന് ഓടിച്ചു വിട്ട് അങ്ങയുടെ മക്കൾക്ക് പഴയതുപോലെ അവിടെ പോയി ഇരുന്നാൽ കൊള്ളാമെന്നല്ലേ ആഗ്രഹം. ഇന്ദ്രജ്യേഷ്ഠൈസ്വതനയൈ, ഇന്ദ്രൻ മുതലായ അവിടുത്തെ മക്കൾ അസുരന്മാരെയെല്ലാം കൊന്നിട്ട് അവരുടെ സ്ത്രീകൾ വിധവകളായി നനഞ്ഞ് വെളുത്ത വസ്ത്രമൊക്കെ കൊടുത്ത് ആഭരണമൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുടിയൊക്കെ അഴിച്ചിട്ട് സങ്കടപ്പെട്ട് വരണ കാണുന്നല്ലേ അമ്മ മോഹിച്ചത്. അത് ശരിയാണോ? ഭഗവാൻ പോലും ഒരു കുറച്ച് ആക്ഷേപം തോന്നി. അമ്മ നല്ല സ്വഭാവക്കാരിയായിട്ട് ആ അമ്മയ്ക്ക് പോലും മറ്റ് സ്ത്രീകളുടെ ദുഃഖം കാണണമെന്നൊരു ചിന്ത തോന്നിയില്ലേ എന്നൊരു. അത് അവനവൻ്റെ മക്കൾ നന്നാവണം എന്ന് പറഞ്ഞ് സഹിക്കാം. പക്ഷെ തൻ്റെ അനിയത്തിലെ മക്കൾക്ക് ദോഷം വരണമെന്ന് വിചാരിച്ച് ശരിയായില്ലല്ലോ എന്ന് നമുക്കും കൂടിയുള്ളൊരു ഭഗവാൻ പറയുകയാണ്. ഒരു എന്താ പറയുക, ഉപദേശം പോലെയാണ്. നമ്മൾ നന്നായിക്കോട്ടെ, മറ്റുള്ളവർ നശിക്കണമെന്ന് വിചാരിക്കാൻ ശരിയാണോ എന്ന് ചോദിച്ചു. പക്ഷേ എങ്കിലും വേറെ കാര്യം പറഞ്ഞു കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മ എന്നെ വേണ്ട രീതിയിൽ ഉപാസിച്ചുകൊണ്ട് എനിക്ക് ഫലഹേതുകത്വാൽ ഇത്രയും ശ്രദ്ധയോടുകൂടി ചെയ്തതിന് ഫലമില്ല എന്ന് വരില്ലേ, ഞാൻ വരം തരില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉപായോ മമ ദേവി ചിന്യ, ഒരു പുതിയ എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കും. ഇപ്പം ചെന്നാൽ അയാളെ യുദ്ധം കൊണ്ട് പോലും നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു കാലം കാത്തിരിക്കൂ, ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. സ്വാംശേന പുത്രത്വവേത്യതേ സുതാൻ ഗോപ്താസ്മി മാരീച തപസ്യധിഷ്ഠിത. അമ്മ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ മകനായിട്ട് വന്ന് ജനിച്ച് ആ കശ്യപൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ടും ഒക്കെ അവിടുത്തെ മകനായി ജനിച്ച് അവിടുത്തെ മക്കളെ ഞാൻ രക്ഷിച്ചോളാം എന്ന് ഭഗവാൻ വാക്കുകൊടുത്തു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് കശ്യപ പ്രജാപതിക്ക് മനസ്സിലായി ഭഗവാന്റെ തേജസ് തൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ തേജസ്സിനെ അതിഥിയിലേക്ക് ആ വീര്യം
നിക്ഷേപിച്ചു. അതിഥിയിൽ പ്രവേശിച്ചതായ ഗർഭം ഓരോ ദിവസവും വളർന്നു വരുന്നത് അറിഞ്ഞ് ബ്രഹ്മാവ് വന്ന് ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചു. ജയോരുഗായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമ. ഭംഗിയായിട്ടൊക്കെ സ്തുതിച്ചു. എന്നിട്ട് പറയാണ്, ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണു ദിവൗകസാം ദിവശ്ച്യുതാനാം പരായണം നൗരിവ മജ്ജതോപ്സു. അങ്ങ് തന്നെയാണ് എല്ലാ പ്രജകളുടെയും സകല സ്ഥാവര ജംഗമങ്ങളുടെയും ഉത്ഭവത്തിന് കാരണം അങ്ങാണ്. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് പോകുന്നതായ എല്ലാം നഷ്ടപ്പെട്ട ദേവന്മാർക്ക് പഴയതുപോലെ സ്വർഗത്തിൽ തിരിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് മുങ്ങിപ്പോകുന്നവൻ എങ്ങനെയാണോ വഞ്ചി സഹായമാവുന്നത്, അതുപോലെ അവിടുന്ന് തന്നെയാണ് അവർക്ക് അനുഗ്രഹം നൽകുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു. അങ്ങനെ സ്തുതിയെല്ലാം ബ്രഹ്മാവ് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് അതിഥിയുടെയും കശ്യപൻ്റെയും മകനായിട്ട് ചിങ്ങമാസത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് നട്ടുച്ച സമയത്ത്, അപ്പോൾ അതിന് വിജയാനാമസാപ്രോക്ത യസ്മിൻ ജന്മ വിദുർഹരെ, ഭഗവാൻ ജനനം എടുത്തതായ ആ സമയത്തിന് വിജയ എന്നുകൂടി പറയും. ശ്രവണ ദ്വാദശ്യാം, വെളുത്ത പക്ഷത്തിലെ ദ്വാദശിയുടെ അന്നാണ് ഭഗവാൻ ജനിച്ചത്. ഇത്തം വിരിഞ്ചസ്തുതകർമ്മ വീര്യ, ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടതായ കർമ്മങ്ങളോടും വീര്യത്തോടും കൂടിയതായ ഭഗവാൻ അതിഥിയിൽ 4 കൈകളോടുകൂടി ശംഖചക്രഗദാപത്മങ്ങളൊക്കെ ധരിച്ച് മഞ്ഞപ്പട്ട കൊടുത്ത് താമര കണ്ണനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ശ്യാമാവദാതോ ഝഷരാജകുണ്ടലത്യുഷോല്ലസൽ ശ്രീവദനാംബുജ പുമാൻ ശ്രീവത്സവക്ഷാവലയാംഗതോല്ലസൽ കിരീടകാഞ്ചീ ഗുണ ചാരുനൂപുരഹ. നമ്മൾ തമത്ഭുതം ബാലകമംബുജേക്ഷണം എന്നൊക്കെ പറഞ്ഞ് വസുദേവ ഐക്ഷത എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കശ്യപൻ്റെ അതിഥിയുടെ മുമ്പിൽ ഭഗവാൻ അങ്ങയുടെ ചതുർഭുജങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. എന്തൊരു ഭംഗിയാണ്! അതിലും പറയും അഥ സർവഗുണോപേതഃ പരമശോഭന എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ പറയാം ദിശ പ്രസേതുസലിലാശയാസ്തദ് പ്രജാപ്രഹൃഷ്ട ഋതവോ ഗുണാന്വിതാ. ആ സമയത്ത് ഭൂമിയും അന്തരീക്ഷവും ആകാശവും അതുപോലെ സസ്യലതാദികളും ഒക്കെ അനുകൂലമായി തീർന്നു. നല്ല ധാരാളം പൂക്കളൊക്കെ വിരിഞ്ഞു, സുഗന്ധത്തോടുകൂടി കാറ്റ് വീശാൻ തുടങ്ങി. അതുപോലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ പ്രദക്ഷിണമായിട്ട് തജ്ജന്മദക്ഷിണം ഭഗവാന്റെ ആ അവതാരത്തെ ആഘോഷിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും സന്തുഷ്ടരായ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, അപ്സരസുകൾ നൃത്തം ചെയ്തു, ഗന്ധർവന്മാർ പാട്ടുപാടി. എല്ലാവരും അതിഥിയുടെ ആശ്രമത്തെ അലങ്കരിച്ചു പൂക്കൾ പുഷ്പവൃഷ്ടി കൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ മുമ്പിൽ കണ്ടതായ ഭഗവാനെ ഈ കശ്യപ പ്രജാപതിയും അതിഥിയും വീണ് നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒരു സാധാരണ ബ്രാഹ്മണ ബാലനായിട്ട് മാറാൻ പോവാണ്. ഈ സ്വരൂപം നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഒരു 8 വയസ്സ് ആയിട്ടുള്ള ഉപനിക്കാൻ പാകത്തിന് പ്രായമുള്ള ഒരു ബ്രാഹ്മണ ബാലനായിട്ട് ഞാൻ മാറും. അപ്പം നിങ്ങൾ എനിക്ക് ഉപനയനാദി കർമ്മങ്ങളൊക്കെ ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ളതായിരിക്കും. ഭഗവാൻ ബഭൂവാം, പെട്ടെന്ന് തന്നെ ഒരു വാമന മൂർത്തിയായിട്ട് ഭഗവാൻ ബഭൂവതേനൈവ സ വാമനോ വടു സമ്പശ്യതോ ദിവ്യഗതിര്യഥാ നട. ഒരു നടൻ വേഷം മാറണ പോലെ അങ്ങോട്ട്. ചിലപ്പോൾ പണ്ട് പറയും കഥകളിക്കൊക്കെ ആൾ കുറവാണെങ്കിൽ അന്ന് പറയും ആശാൻ 2 വേഷം കെട്ടേണ്ടി വരും കേട്ടോ എന്ന് പറയും. അതുപോലെ രണ്ടാമതൊരു വേഷം കെട്ടി സാധാരണ ഒരു ഉണ്ണിയെപ്പോലെയായി. ആ സന്തോഷിച്ചതായ ഋഷീശ്വരന്മാരും കശ്യപനും അതിഥിയും എല്ലാവരും കൂടി അദ്ദേഹത്തിന് ഉപനയനം അതിനു മുമ്പ് ജാതകർമ്മം മുതലുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വേണം ജാതകം കർമാണി കാരയാമാസു പുരസ്കൃത്യ പ്രജാപതിം. ജാതകർമ്മം, നാമകരണം, ചൗളം ഇങ്ങനെയുള്ളതായ എല്ലാ ചടങ്ങുകളും ചെയ്ത് ഉപനയിക്കാൻ വന്നപ്പോൾ തസ്യോപനീയമാനസ്യ, ഉപനയനത്തിന് അനവധി സാധനങ്ങൾ വേണം. അപ്പോൾ സാക്ഷാൽ സൂര്യൻ തന്നെയാണ് വന്ന് ഗായത്രി ഉപദേശം ഉണ്ടായത്. ഗായത്രി ഉപദേശം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന് പറഞ്ഞ് ഭഗവാൻ സൂര്യൻ്റെ ആ ശക്തി, ആ കിരണങ്ങൾ നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്നൊക്കെ മന്ത്രം ജപിക്കുമ്പോൾ ഇവിടെ സൂര്യൻ നേരിട്ട് വന്ന് തന്നെ
ഗായത്രി ഉപദേശിച്ചു എന്ന് പറയുകയാണ്. ഓരോരുത്തർ ഓരോ സമ്മാനം കൊടുത്തു. എന്തൊക്കെയാണ് കൊടുത്തത്? ബൃഹസ്പതി ബ്രഹ്മസൂത്രം, പൂണൂല് കൊടുത്തത് ബൃഹസ്പതിയാണ്. മേഖല എന്ന് പറഞ്ഞൊരു പുല്ലുണ്ട് ഈ അരയിൽ കെട്ടാനായിട്ട്, അത് കശ്യപനാണ് കൊടുത്തത്. കൃഷ്ണാജിനം എന്ന് പറഞ്ഞ് കൃഷ്ണമൃഗത്തിൻ്റെ തോലുണ്ട്, അത് ഭൂമിയാണ് കൊടുത്തത്. ഓനിച്ചുണ്ടെങ്കിൽ ഒരു ദണ്ട് കയ്യിൽ വേണം, അത് ചന്ദ്രനാണ് കൊടുത്തത്. കൗബീനം കൊടുത്തത് അമ്മയായ അതിഥിയാണ്. ആകാശമാണ് കൊട കൊടുത്തത്. കമണ്ഡലു ബ്രഹ്മാവാണ് കൊടുത്തത്. സപ്തർഷിമാരാണ് കുശപ്പുല്ല് കയ്യിൽ കൊടുത്തത്. അക്ഷമാല, അതായത് എണ്ണം പിടിക്കാനുള്ളതായ ജപിക്കുമ്പോൾ അതിനുള്ള മാല കൊടുത്തത് സരസ്വതിയാണ്. ഇങ്ങനെ ആ ഉപനയനം നടത്തിയ സമയത്ത് ബ്രഹ്മചാരികൾ ഭിക്ഷ അയച്ചു വേണം ആഹാരം കഴിക്കാൻ. അപ്പോൾ അതിനൊരു ഭിക്ഷാപാത്രം വേണം, അത് കൊടുത്ത് സാക്ഷാൽ യക്ഷരാട് പാത്രികാമതാൽ കുബേരൻ തന്നെയാണ് അതിനുള്ള പാത്രം കൊടുത്തത്. എന്നാൽ ഇനി ഭിക്ഷ ഇടണ്ടേ? സാധാരണ അമ്മയുടെ അടുത്ത് നിന്നാണ് ഭവതി ഭിക്ഷാം ദേഹി, അല്ലെ ഭിക്ഷാം ഭവതി ദദാതു എന്നൊക്കെ പറയുമ്പോൾ അമ്മ കൊടുക്കും, അങ്ങനെയാണ്. ഇവിടെ അമ്മയാരാ? ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്ന പാർവതിയാണ് ഈ ഉണ്ണിക്ക് ഭിക്ഷ കൊടുത്തത്. ഇങ്ങനെ എല്ലാം ഭംഗിയായിട്ട് ചടങ്ങുകൾ കഴിഞ്ഞു. അപ്പോഴാണ് ഓനിച്ചുണ്ണിക്ക് ചമതയിടുക എന്നൊരു ചടങ്ങുണ്ട്. അത് സമാവർത്തനം വരെ വേണ്ടതാണ്, രണ്ടു നേരവും വേണ്ടതാണ്. അപ്പോൾ അതാണ് ആഹിതം വന്യം. ചമതയൊക്കെ ഇടിച്ചു, തൽക്കാലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി അവിടുന്ന് പോകുക എന്നുള്ള നിലയ്ക്ക് ഋഷീശ്വരന്മാർ പോകാൻ തുടങ്ങിയ സമയത്ത് ഈ ഉണ്ണി ഭഗവാൻ കശ്യപനോടും അതിഥിയോടും പറഞ്ഞു, അമ്മേ, ഇവരൊക്കെ ഭൃഗുകച്ഛത്തിൽ യാഗം കാണാൻ പോവുകയാണ്, ഞാൻ ഇന്ന് വരെ യാഗം കേട്ടിട്ടില്ല, ഞാൻ ഇവരുടെ കൂടെ പോട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ ഓ ശരി പൊക്കോളൂ എന്ന് പറഞ്ഞു. ശ്രുത്വാശ്വമേധൈര്യജമാനമൂർജിതം ബലിം ഭൃഗൂണാമുപകൽപ്പിതൈസ്തത ജഗാമതത്രാഖിലസാരസംഭൃതോ ഭാരേണഗാം സന്നമയൻ പദേ പദേ. ഈ ഉണ്ണി ചെറിയ ആളാണെങ്കിലും ആ കൊടയും പിടിച്ച് ദണ്ടും കയ്യിൽ പിടിച്ച് കമണ്ഡലവും പിടിച്ച് കോണവും പട്ട് കൗബീനൊക്കെ കൊടുത്ത് ഇങ്ങനെ പോണ സമയത്ത് കാര്യം കണ്ടാൽ നിസ്സാരനാണെങ്കിലേ എന്താ ഇദ്ദേഹത്തിൻ്റെ ഭഗവാനല്ലേ, അദ്ദേഹത്തിൻ്റെ ഗൗരവം കൊണ്ട് ഓരോ കാലടി വയ്ക്കുമ്പോഴും ഭൂമി ഇടത്തേക്കാല് വെച്ച് ഇടത്തേക്ക് ചെരിയും, വലത്തേക്കാല് വെച്ച വലത്തേക്ക് ചെരിയും. സന്നമയൻ പദേ പദേ, അത്രയ്ക്ക് ഗുരുത്വമുള്ള ആളായിരുന്നു എന്ന് പറയാം. അങ്ങനെ ആ നർമ്മദാ നദിയുടെ ഉത്തര തീരത്തിൽ ഋത്വിക്കുകളും ഒക്കെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും കണ്ടു ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ തേജസ്സുള്ള ഉണ്ണിയെ കണ്ടു. അതോടൊപ്പം മറ്റ് ഋഷീശ്വരന്മാരെ കണ്ടു. എല്ലാവരെയും വേണ്ട രീതിയിൽ സ്വീകരിച്ച് ഇരുത്തി. അങ്ങനെ യജമാനായിരിക്കുന്ന ബലി തന്നെ നേരിട്ട് എഴുന്നേറ്റ് വന്ന് സ്വീകരിച്ചു. സന്തോഷമായി. രൂപാനുരൂപാവയവം, ഓരോ അവയവങ്ങളും എങ്ങനെയാണോ വേണ്ടത് അത്രയും സുന്ദരമാണ്. നമുക്ക് സംശയം, മുഖം കണ്ടാലാണോ ഭംഗി, കൈ കണ്ടാലാണോ ഭംഗി, എല്ലാ അവയവവും രൂപാനുരൂപാവയവം വേണ്ട രീതിയിൽ അളവുകളോടുകൂടി സുന്ദരനായ അദ്ദേഹത്തിനെ സ്വാഗതം എന്നൊക്കെ സ്വീകരിച്ചു. ആ കാല് കഴിയിച്ചു, പൂജിച്ചു. എങ്ങനെ? മുക്തസംഗമനോരമം. എന്നിട്ട് ആ പാദതീർത്ഥം തളിച്ചു. തൽപാദശൗചം ജനകൽമഷാപഹം, എല്ലാ ലോകത്തിൻ്റെയും ജനങ്ങളുടെയും പാപത്തെ മുഴുവൻ തീർക്കുന്നതായ ഭഗവാന്റെ പാദതീർത്ഥം തൻ്റെ ഇതിൽ തളിച്ചു. അവിടെ കൂടിയവരെയൊക്കെ തളിച്ചു. ഈ പാദതീർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് യദ്ദേവദേവോ ഗിരിശശ്ചന്ദ്രമൗലി, സാക്ഷാൽ ശിവൻ പോലും ഈ പാദതീർത്ഥമാണ് തൻ്റെ ശിരസിൽ ധരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഗംഗയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ബലിയുടെ വാക്യം കേൾക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വന്നാൽ അവരെ നല്ല വാക്ക് പറഞ്ഞ് സ്വീകരിക്കണം. എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ. അല്ലയോ ബ്രാഹ്മണബാല, അങ്ങയ്ക്ക് സ്വാഗതം. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ ഋഷീശ്വരന്മാരുടെ മുഴുവൻ തപസ് ഒന്നിച്ചൊരു രൂപം സ്വീകരിച്ച പോലെയാണ് ഉണ്ണിയെ കണ്ടാൽ തോന്നുക. ഇന്നാണ് എൻ്റെ പിതൃക്കളൊക്കെ സന്തോഷിച്ചത്, ഇന്നാണ് എൻ്റെ കുലം പരിശുദ്ധമായത്, ഇന്നാണ് ഈ യാഗത്തിൻ്റെ മുഴുവൻ ഫലം നേരിട്ട് വന്നതുപോലെ ഭവാനാഗതോ ഗൃഹാൻ, അങ്ങ് ഇവിടെ വന്നില്ലേ, സന്തോഷമായി. ഇന്ന് എൻ്റെ അഗ്നികളൊക്കെ അദ്യ അഗ്നയോമേ സുഹൃത യഥാവിധി, വിറവൊക്കെ ഇടാണ്ട് തന്നെ അഗ്നികളൊക്കെ നന്നായിട്ട് ജ്വലിക്കുന്നു. എന്താ കാരണം? ദ്വിജാത്മജത്വച്ചരണാവനേജന, ഈ ബ്രാഹ്മണബാല അങ്ങയുടെ കാല് ഒന്ന് കഴുകാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് എൻ്റെ പാപങ്ങൾ മുഴുവൻ തീർന്ന് ഈ ഭൂമിയും ഈ പ്രദേശവുമൊക്കെ അന്തരീക്ഷമൊക്കെ പരിശുദ്ധമായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ഉണ്ണിയുടെ മുഖത്ത് എന്തോ എന്നോടൊന്ന് ചോദിച്ചാൽ കൊള്ളാം.
ത്വാം അർത്ഥിനം വിപ്രസുത അനുതർക്കയേ. എന്തോ ഒന്ന് ചോദിക്കാനുള്ള ഒരു മോഹം ഉണ്ണിക്കുണ്ടെന്ന് കണ്ടാൽ തോന്നുന്നുണ്ട്. ചോദിച്ചോളൂ. ഗാം കാഞ്ചനം ഗുണവദ്ധാമമൃഷ്ടം തഥാ അന്നപേയമുദാവിപ്രകന്യാം. ഓരോന്നിങ്ങനെ ചോദിക്കുകയാണ്. കുട്ടികൾക്ക് അറിയില്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. നമ്മൾ പറയില്ലേ കുട്ടികളോട്, ഉത്സവത്തിന് കൊണ്ടുപോയി എന്താ വേണ്ട, കാറ് വേണോ ബസ് വേണോ എന്നൊക്കെ ചോദിക്കണ പോലെ ഇവിടെ അങ്ങോട്ട് പറയാണ്, പശുവിനെ വേണോ അതോ കുതിര വേണോ, തേര് വേണോ, ഗ്രാമങ്ങൾ വേണോ, അതോ കുറച്ച് നാണായിട്ട് വിപ്രകന്യാം, കുറച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം എന്ന് തോന്നിയാലേ അതിന് പറ്റിയ ബ്രാഹ്മണ പെൺകുട്ടികളുണ്ട്, അതും വേണമെങ്കിലാവാം എന്നൊക്കെ വേണ്ട പോലെ ചോദിച്ചോളൂ. തഥാ അർഹത്തമ, ഏറ്റവും യോഗ്യതയുള്ളതായി അങ്ങ് ചോദിച്ചോളൂ. ഇതാണ് ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ട കാര്യം. പക്ഷേ എങ്ങനെയാണോ വരണയാൾ പറയേണ്ടത്, എന്തെങ്കിലും തരാം, തന്നോളൂ, മുഴുവൻ കൂടി തന്നോളൂ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഭഗവാൻ മാത്രമേ തരാമെന്ന് പറഞ്ഞ ആളെ ഒന്ന് പുകഴ്ത്തിയിട്ടേ വാങ്ങാവൂ എന്നാണ്. നന്നായിട്ട് ഇങ്ങനെ ചോദിച്ചു, ഏട്ടൻ ചോദിച്ചത് നന്നായി, എനിക്ക് എത്രയൊന്നും വേണ്ട, എങ്കിലും സന്തോഷമായി എന്ന് പറയണം. അല്ലാണ്ട് ഇനി പോന്നോട്ടെ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയണം, വചസ്തവൈതജനദേവസൂനൃതം. അയ്യോ ബലേ, അങ്ങയുടെ വാക്ക് എന്തൊരു ധർമ്മയുക്തമാണ്, ഒരു കുലത്തിന് യോജിച്ചതാണ്, എത്ര നല്ല സുന്ദരമായ വാക്കാണ്, മാത്രമല്ല യശസ്കരം, പേരുണ്ടാക്കുന്നതായ, അങ്ങയുടെ കുടുംബത്തിന് പേരുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം യസ്യ പ്രമാണം ഭൃഗവസാംബരായേ പിതാമുഹ കുലവൃദ്ധ പ്രശാന്ത. അതിന് പ്രമാണം ആരാന്ന് വെച്ചാൽ അങ്ങയുടെ പിതാമഹനായിട്ടുള്ള സാക്ഷാത് പ്രഹ്ലാദൻ തന്നെയാണ് അതിൽ ഏറ്റവും അതിന് പ്രമാണമായിട്ടുള്ള ശാന്തനായിട്ടുള്ള കുലവൃദ്ധനായിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് അതിൻ്റെ അളവുകോല്. പിന്നെ അതൊരാളൊന്നുമല്ല, നഹ്യ ഏതസ്മിൻ കുലേജാത, അങ്ങയുടെ വംശത്തിൽപ്പെട്ട ഒരാളും ഇന്നുവരെ നിസ്സത്വനുമല്ല, അതുപോലെ കൃപണനുമല്ല. നിസ്സത്വം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, അതിന് ശേഷിയില്ലാത്തവരുമല്ല, അതുപോലെ കൊടുക്കാമെന്ന് പറഞ്ഞ സാധനം വേണ്ട പോലെ കൊടുക്കാത്തവരുമല്ല. കൃപണന്മാർ അല്ല, ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷെ അത്രയും തരാൻ പറ്റില്ല കേട്ടോ എന്ന് മാറ്റി പറയുന്നവരുമല്ല. പ്രത്യാഖ്യാത പ്രതിശ്രുത്യ, തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവരുമല്ല. യോവ അദാത ദ്വിജാതേ, ബ്രാഹ്മണരോ അതുപോലെയൊരു ചോദിച്ചാൽ കൊടുക്കാത്തവരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങേപ്പോലെയുള്ളതായ അല്ലെ യോഗ്യന്മാരായ ആൾക്കാർ ജനിച്ച വംശത്തിൽ പിറന്ന അങ്ങും ഈ പറഞ്ഞ വാക്കിന് എനിക്കൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം യുഷ്മൽ കുലേയത് യശസ അമലേന പ്രഹ്ലാദ ഉദ്ഭാതി യഥോടുപാഖ്യേ, അസുരന്മാരാകുന്ന ആകാശത്ത് പ്രഹ്ലാദനാകുന്നതായ ആ പൂർണ്ണചന്ദ്രൻ ഇപ്പോഴും ജ്വലിച്ചു നിൽക്കാൻ കാരണം ഇതുപോലെയുള്ള പൂർവന്മാർ ഉള്ളതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞു, അതും മോശമൊന്നുമില്ല, പ്രഹ്ലാദൻ്റെ അച്ഛനും ചെറിയച്ഛനും ഒക്കെ ആരാന്നാ വിചാരിച്ച, ഏതോ ജാതോ ഹിരണ്യാക്ഷ ശരണ്യേക മഹീം ഇമാം. ആ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളെ വിഷ്ണു ഭഗവാൻ എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ ഒരു പന്നിയുടെ വേഷം കെട്ടി നിഗ്രഹിച്ചത്. എന്നിട്ടും ആത്മാനം ജയിനം മേനെ, ഞാൻ ജയിച്ചു എന്നൊരു അഹങ്കാരമൊന്നും ഭഗവാന് തോന്നിയില്ലേ, എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് ഭഗവാന്റെ ഭാവം. പിന്നെ ഹിരണ്യകശിപുവിൻ്റെ കാര്യം പറയണ്ട, അയാൾ വിഷ്ണുവിനെ അന്വേഷിച്ച് എല്ലായിടത്തും നടന്നിട്ട് ഈ വിഷ്ണു പേടിച്ച് ഒളിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പരാഗ്ദൃശ, പുറകെ മാത്രം നോക്കുന്നതായ അവൻ്റെ ഉള്ളിലേക്ക് ഹൃദയം പ്രവേക്ഷ്യാമി, അവൻ്റെ ഉള്ളിൽ പോയിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുറത്തേക്കേ നോക്കുള്ളൂ, നമ്മളെപ്പോലെ തന്നെയാണ്. നമ്മളെന്തായാലും നമ്മുടെ ഉള്ളിൽ നല്ലതാണോ എന്ന് നോക്കാറില്ല അല്ലേ. നമ്മുടെ ഉള്ളിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം, എത്ര ചീത്ത വിചാരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മാറ്റണമെന്ന് വിചാരിക്കരുത്. അതിന് പകരം എന്ത് ചെയ്യും, അയൽവക്കത്തുള്ളവരെയൊക്കെ നോക്കും, അയ്യോ അവളെന്താ സൂയാന്നറിയാമോ, പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെയാണ് ഈ ഹിരണ്യകശിപു. ചുറ്റുപാടുമൊക്കെ നോക്കി, എവിടെ വിഷ്ണു, വിഷ്ണു വിചിന്വന്നദർശ വീരഹ, പക്ഷേ തൻ്റെ ഉള്ളിലുണ്ട് എല്ലാ ജീവജാലങ്ങളെയും. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, എല്ലാവരും ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കണമെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അങ്ങനെ അവർ രണ്ടുപേരും പിന്നെ പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞു. ഇനി അങ്ങയുടെ അച്ഛൻ വിരോചനോ, അയാളെ ജയിക്കാൻ പറ്റാഞ്ഞിട്ട് ദേവന്മാർ ബ്രാഹ്മണ വേഷം കെട്ടി വന്ന് അദ്ദേഹത്തിനോട് യാചിച്ചു. എന്താ യാചിച്ചത്, അങ്ങയുടെ ആയുസ് ബാക്കിയുള്ളത് തന്നേക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ദ്വിജലിംഗേഭ്യോ, മനസ്സിലായി ബ്രാഹ്മണ വേഷം കെട്ടി വന്നതാണ്, എന്നിട്ട് പോലും വാക്ക് മാറ്റിയില്ല, അദ്ദേഹം ദാനം ചെയ്തു. അത്രയും കേമന്മാരായ ആൾക്കാർ ഉള്ളപ്പോൾ അങ്ങും എന്തും തരാം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഞാനൊരു സാധാരണ ബ്രഹ്മചാരിയല്ലേ, എനിക്കിതുപോലുള്ള വസ്തുക്കളൊന്നും ആവശ്യമില്ല. എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഈശ്വരനെ ഭജിക്കണം. അതിന് എൻ്റെ ഈ കുഞ്ഞിക്കാലടി കൊണ്ട് ഞാൻ അളന്നൊരു 3 അടി മണ്ണ് അത് മാത്രം കിട്ടിയാൽ മതി. അത് പദാനി ത്രീണി ദൈത്യേന്ദ്ര സംയുതാനി പദാമമ, അത് വേറെ ആരും അളന്നു തരുന്നു വേണ്ട, ഞാൻ എൻ്റെ കാലുകൊണ്ട് അളന്നെടുത്തോളാം, അത് മതി. ഈ ബ്രാഹ്മണർക്കൊക്കെ ഒരു എന്താണോ ആവശ്യം അത് മാത്രമേ ചോദിക്കാവൂ. ഇത് കേട്ടപ്പോൾ ബലി അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. അഹോ ബ്രാഹ്മണദായാത വാചസ്തേ വൃദ്ധസമ്മതാഹ,
പണ്ഡിതന്മാർക്കും ഒക്കെ സമ്മതമായിട്ടുള്ള നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷേ ഉണ്ണി കാണുന്ന പോലെ തന്നെയാണ്, വെറും ബാലിശനായിട്ടാണ്, വേണ്ടത്ര ഗൗരവമൊന്നും ആയിട്ടില്ല. ത്വം ബാലോ ബാലിശമതി സ്വാർത്ഥം പ്രത്യബുധോ യഥ. എല്ലാവർക്കും അവനവൻ്റെ കാര്യത്തിന് എന്താ വേണ്ടതെന്ന് നോക്കാനെങ്കിലും അറിയാം. ഉണ്ണിക്ക് ഉണ്ണിയുടെ കാര്യം പോലും നോക്കാൻ അറിയില്ലല്ലോ. കാര്യം എന്തൊരു ബുദ്ധിയാന്ന് ഞാൻ വിചാരിച്ചു. മാം വചോപി സമാരാധ്യ ലോകാനാമേകമീശ്വരം, ലോകത്തിൻ്റെ മുഴുവൻ ഒരേ ഒരു ഈശ്വരനായി എന്നെ നല്ല നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് കേവലം 3 അടി മണ്ണാണോ ഉണ്ണി ചോദിക്കുന്നത്? അതുകൊണ്ടേ ഇപ്പം ചോദിച്ചത് ഞാൻ വിട്ടു. ഉണ്ണി വേറെ എന്താണെന്ന് ചോദിച്ചോളൂ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് മതിയെന്ന് തോന്നുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ണിക്ക് വേണ്ടായിരുന്നു, അയാളുടെ അടുത്ത് ചെന്നപ്പോൾ ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരില്ല, വേറെ ആരുടെങ്കിലും അടുത്ത് ചെല്ലും. അപ്പോൾ അയാളെന്ത് ചോദിക്കും? താനല്ലേ ബലിയുടെ അടുത്ത് ഒരിക്കൽ അതെ അയാൾ തന്നില്ലല്ലേ, അപ്പോൾ ആർക്കാ എൻ്റെ പോരായിക? എനിക്കല്ലേ എൻ്റെ പോരായിക. അതുകൊണ്ട് പറയുക, ഇതൊന്നും ഇപ്പം പറഞ്ഞു കൂട്ടണ്ട, എന്താണെന്ന് വെച്ചാൽ മാറ്റി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ഭഗവാൻ ആൾ മോശക്കാരനല്ലോ. ഭഗവാൻ പറഞ്ഞു, അല്ല എത്ര കിട്ടിയാലും മതിയാവുക? ഒരു ദേശം ഭരിക്കുന്ന ഒരാൾക്ക് തോന്നും ഒരു രാജ്യം മുഴുവൻ ഭരിച്ചാൽ കൊള്ളാം. ഒരു രാജ്യം മുഴുവൻ ഭരിക്കുമ്പോൾ അയാൾക്ക് തോന്നും ഒരു ദ്വീപ് മുഴുവൻ ഭരിച്ചാൽ കൊള്ളാം. ഒരു ദ്വീപ് ഭരിക്കുമ്പോൾ തോന്നും 7 ദ്വീപും. ഇങ്ങനെ 7 ദ്വീപുകളും ഭരിച്ചിട്ടുള്ളതായ വലിയ വലിയ ചക്രവർത്തിമാർക്ക് പോലും തൃഷ്ണായ അന്തം നഗത, അതിന് അവർക്ക് ആഗ്രഹത്തിന് അവസാനം കണ്ടിട്ടില്ല. നമ്മളും പറയും 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും ആർക്കും മതിയായെന്ന് തോന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള മോഹമൊന്നുമില്ല. ഞാനൊരു ബ്രാഹ്മണ ബാലനല്ലേ, എനിക്കെന്തിനാണ് ഇതൊക്കെ? അതുകൊണ്ട് ബ്രാഹ്മണർക്ക് പ്രത്യേകിച്ചും എതിർച്ഛാലാഭതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേ, യാദൃശ്ചികമായിട്ട് കിട്ടുന്ന വസ്തു കൊണ്ട് സന്തോഷിക്കുക വേണ്ട. കുചേലൻ്റെ കഥയിലൊക്കെ കേൾക്കാം, അദ്ദേഹം അങ്ങനെയായിരുന്നു എന്നാണ്. ഒന്നും ചോദിച്ചുകൊണ്ട് വെക്കാറില്ല. ആരെങ്കിലുമൊക്കെ ആ ബ്രാഹ്മണൻ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വിചാരിച്ച് കൊടുത്താൽ അതുകൊണ്ട് കഴിയുന്ന ആളായിരുന്നു. അപ്പോൾ ഇവിടെയും പറയുകയാണ് അങ്ങനെ സന്തോഷിക്കുക വേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഈ 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി, അതങ്ങക്ക് സമ്മതമാണെങ്കിൽ മതി, എല്ലാം ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇത്ര ഉറപ്പായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പോൾ ബലി വാഞ്ചാത പ്രതിഗൃഹ്യതം, അങ്ങക്ക് ഇനി അത് നിർബന്ധമാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശുക്രാചാര്യ അവിടെ ഉണ്ട് കേട്ടോ. ഒരക്ഷരം ഇത്രയും നേരം മിണ്ടിയില്ല. ഭഗവാൻ ആ ശുക്രാചാര്യൻ്റെ മുഖത്തേക്ക് നോക്കി, പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ആരാന്നുള്ള അയാൾ അറിയാണ്ടേ ഇപ്പോൾ ഇതിനൊക്കെ പുറപ്പെടുന്നത്, ഞാൻ പറ്റിച്ചു എന്ന് പിന്നെ പറയാനിട വരരുത്. അപ്പോൾ ശുക്രാചാര്യൻ ഇത്രയും നേരം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ നീ പുറപ്പെടുന്നത്? അതെ ഗുരുനാഥ, ഈ ബ്രാഹ്മണ ബാലന് ഞാൻ 3 അടി മണ്ണ് കൊടുക്കാനായിട്ട് എന്നാ നീ കൊടുക്കണ്ട. അതെന്താ? ഇതാരാന്നാന്ന് വിചാരിച്ചത്? മായാമാണവകോഹരി, കള്ളവേഷം കെട്ടി വന്ന് നിന്നെ പറ്റിച്ച് സകലതും തട്ടിയെടുക്കാൻ വന്നതായ ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വേണ്ടി വന്ന വിഷ്ണുവാണിത്. നീ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കൊടുത്തില്ലല്ലോ, അപ്പോൾ കൊടുക്കാൻ ഭാവിച്ചു എന്നല്ലേ ഉള്ളൂ, തരില്ല എന്ന് പറഞ്ഞോളൂ. നമ്മളായിരിക്കണം ആ സമയത്ത് എന്ത് പറഞ്ഞു? ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന്, തരില്ല, ഒരു സംശയവുമില്ല. പക്ഷേ ഇദ്ദേഹം അതിന് കൂട്ടാ ഇക്രമതോഗാം പദൈകത്ര, അതേ ഒരു കാലടി കൊണ്ട് ഇവൻ മുകളിലേക്കുള്ളതായ ലോകം മുഴുവൻ അളക്കും, മറ്റേ കാലടി കൊണ്ട് താഴേക്കുള്ള ഭൂമി മുതലായ ലോകം ഒക്കെ അളക്കും. 3ാമത്തെ അടി വയ്ക്കാൻ നിനക്ക് സ്ഥലമില്ലാതെ വരുമ്പോൾ പ്രതിശ്രുതസ്യ ആദാനേന, തരാമെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിന്നെ നരകത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ടാണ് വന്നിരിക്കുന്നത്, തരില്ല എന്ന് പറയുന്നു. അപ്പം നീ വിചാരിക്കും, ഒരു ബ്രാഹ്മണ ബാലനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ട് അത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ, അതൊരു അസത്യമല്ലേ എന്ന് ചോദിച്ചാൽ, നഹ്യ അസത്യാൽ പരോധർമ്മ ഇതി ഹോവാച ഭൂരി, അങ്ങ് തന്നെ പലപ്പോഴും പറഞ്ഞു തന്നിട്ടില്ല. അസത്യം പോലെ ഒരു വലിയ കുറ്റമില്ല എന്ന് അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ സത്യം പാലിക്കണമെങ്കിൽ ശരീരം ആവശ്യമില്ലേ? ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ അതുകൊണ്ട് ശരീരം, നീ ഇപ്പോൾ ഈ സത്യം പാലിക്കാൻ പോയാൽ നിനക്ക് നിൻ്റെ ശരീരം പോലും നഷ്ടാവും. സത്യം പുഷ്പഫലം വിദ്യാത ആത്മവൃക്ഷസ്യ ഗീയതയെ, ഈ ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ പുഷ്പമാണ്, ഫലമാണ് ഈ സത്യം. ആ ഫലം ഉണ്ടാവണമെങ്കിൽ വൃക്ഷം വേണം. തൽക്കാലം ഈ സത്യം പാലിച്ചാൽ നിനക്ക് നാശം വരും എന്നുള്ളതുകൊണ്ട് അസത്യം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല ഗൃഹസ്ഥന്മാരായ ആൾക്കാരെല്ലാം ഭിക്ഷവേ സർവം ഓങ്കുർവൻ, എല്ലാം അങ്ങോട്ട് കൊടുക്കാം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വത്തുണ്ടെന്ന് വെച്ച് എന്തും ചെയ്യാൻ പാടില്ല. 5 തരത്തിൽ ഉപയോഗിക്കണം എന്നാണ്. ധർമ്മായ യശസേ കാമായ അർത്ഥായ സ്വജനായ ച. ധർമാനുഷ്ഠാനത്തിന് 5 ഉപയോഗിക്കണം. നമ്മുടെ പേര് വർദ്ധിപ്പിക്കാൻ 5 ഉപയോഗിക്കാം. ഉള്ള പൈസ വർദ്ധിപ്പിക്കാൻ വേണ്ടി 5 ഉപയോഗിക്കാം. ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി 5 ഉപയോഗിക്കാം. സ്വജനായ ച, അവനവൻ്റെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി. അല്ലാതെ തോന്നിവാസം നിനക്ക് കുറച്ച് സ്വത്തുണ്ടെന്ന് കളയാൻ പറ്റുമോ? അതുകൊണ്ട് തൽക്കാലം നീ കൊടുക്കണ്ട എന്ന് പറഞ്ഞു.
പരാക്തിക്തം അപൂർണം ഇനിയിപ്പോൾ വേറൊന്നുണ്ട്, ഗൃഹസ്ഥന്മാരാണെങ്കിൽ എങ്ങനെ അവനവനുള്ള ബാക്കി വെച്ചിട്ടേ കൊടുക്കാറുള്ളൂ, അല്ലാണ്ട് എല്ലാം ഇങ്ങനെ ആരും കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു, അതെ ചില സന്ദർഭങ്ങളിൽ വേദത്തിലൊക്കെ പറയുന്നുണ്ട്, അത് ബഹുർജൻ ഗീതം അതിൽ പറയുന്നുണ്ട്, ചില സമയത്തൊക്കെ നമുക്ക് അസത്യം പറഞ്ഞാൽ പോലും അതുകൊണ്ട് ദോഷമില്ല എന്ന് പറയുന്നുണ്ട്. എവിടേക്കാ? സ്ത്രീഷു നർമ്മ വിവാഹേ ച വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോ ബ്രാഹ്മണാർത്ഥേ ഹിംസായാം ന അനൃതം സ്യാൽ ജുഗുപ്സിതം. നുണ പറയണത് ഒരു അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ, ഏത് സമയത്താണ്? സ്ത്രീഷു, സ്ത്രീകളോട് മുഴുവൻ സത്യം പറയാൻ പാടില്ല. എങ്ങനെയാണ്? സ്ത്രീകൾ ചിലപ്പോൾ ചോദിക്കും, ജോലിയുള്ള ഭർത്താവിനോട് ചോദിക്കും, അതെ നിങ്ങൾക്കിപ്പോൾ എത്ര രൂപ ശമ്പളം ഉണ്ടാവും? അത് പറയൂ. എനിക്ക് 70,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു. എന്നാൽ നമുക്ക് നാളെ ഭീമയിലേക്ക് പോകും, എന്താ നീ, അല്ലെങ്കിൽ ശീമാട്ടി പോകണം. അപ്പോൾ അത് പറയാൻ പോയത് അബദ്ധമായി. അതുകൊണ്ട് എന്ത് വേണം? 70,000 ഉണ്ട് എന്തേ പറയാവുള്ളൂ? ഒരു 10,000-40,000 രൂപയൊക്കെ കാണും എന്നേ പറയാവുള്ളൂ. മുഴുവൻ സത്യം പറയരുത്. പിന്നെ നർമ്മ, കൂട്ടുകാരോടുകൂടി ഓരോ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആവാം. പണ്ടിങ്ങനെ പറയുമത്രേ, അമേരിക്കക്കാരനും റഷ്യക്കാരനും ഇന്ത്യക്കാരനും കൂടി കണ്ടപ്പോൾ അവരിങ്ങനെ തമാശ പറയുകയാണ്, അല്ലെങ്കിൽ കേമത്തം പറയുകയാണ്. റഷ്യക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ വിമാനം ആകാശം മുട്ടിയോ പോണത് നിന്ന്. ഉടനെ ആരുണ്ട്, ആകാശം മുട്ടിയോ? അല്ല, ആകാശം മുട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് താഴെ. അപ്പോൾ അമേരിക്ക പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് കെട്ടണമെന്ന് പറഞ്ഞാലുണ്ട് അതും ഇതുപോലെ ആകാശം മുട്ടും. പിന്നെ ആകാശം മുട്ടും എന്നുവെച്ചാൽ കുറച്ച് താഴെ. അപ്പോൾ ഇന്ത്യക്കാരനും വിട്ടുകൊടുത്തില്ല, ഇയാൾക്ക് ഇതൊന്നുമില്ലല്ലോ. അവിടെ ഇന്ത്യക്കാരൻ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും മൂക്കിക്കൂടെ ആഹാരം കഴിക്കണതെന്ന്. മൂക്കിക്കൂടെയോ? അല്ല, കുറച്ച് താഴെ. എല്ലാവരും പറഞ്ഞത് തന്നെ. അതുപോലെ കൂട്ടുകാരോട് നർമ്മം പറയുമ്പോൾ നുണ അത് കണക്കാക്കണ്ടെന്നാണ്. പിന്നെ വിവാഹേച്ച, ഒരു പണ്ടത്തെ കാലത്തെ ഏറ്റവും വലിയ കാര്യമാണ് കന്യാദാനം. ഒരു കുട്ടിയുടെ വിവാഹം കഴിക്കാൻ നടന്നില്ല എന്ന് വെച്ചാൽ വലിയ സങ്കടമാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഒരു നുണ പറഞ്ഞാൽ വിവാഹം നടക്കുന്നതാണെങ്കിലാവാം. നിങ്ങളാരും പുറപ്പെടരുതേ, അവസാനം കുട്ടി തിരിച്ച് വീട്ടിൽ വരും. അപ്പോൾ പറയാറുണ്ട്, ഒരു കുട്ടി ഇതുപോലെ പറഞ്ഞു കല്യാണമൊക്കെ നടത്തി കൊടുത്തു. പക്ഷേ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷ് പേപ്പർ തലതിരിച്ച് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ എന്താ ഈ പേപ്പർ തലതിരിച്ച് വെച്ചിരിക്കണമെന്ന്? നിനക്കറിയാം, നീ MA ആണെന്നൊക്കെ പറഞ്ഞു. MA എന്നുള്ള ഇൻഷ്യലായിരുന്നു. സുഷമ MA എന്നായിരുന്നു പേര്. അപ്പോൾ ഇവർ ധരിച്ച് MA വരെ പഠിച്ച കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത്, ഈ ഇംഗ്ലീഷ് പേപ്പർ തിരിച്ചു വെച്ചിട്ട് കരയുകയാണ്. ബസ് മറിഞ്ഞ് പുതിയ ബസ് ഇറക്കിയതാണ്, അതിൻ്റെ പരസ്യമാണ്. പക്ഷേ ഈ ബസ് മറിഞ്ഞ് എത്ര പേര് മരിച്ചു പോയി കാണുമെന്നും പറഞ്ഞ് ആ കുട്ടി സങ്കടപ്പെട്ടു. അപ്പോൾ അവിടെ ആ നുണയായിട്ട് കൂട്ടണ്ട, കാരണം ഒരു കല്യാണം നടന്നില്ലേ. പിന്നെ പറഞ്ഞു, വൃത്യർത്ഥേ പ്രാണസങ്കടേ, നമ്മുടെ ജോലി കിട്ടാൻ വേണ്ടി നുണ പറയാമെന്ന്. ഇപ്പോൾ എത്രയോ പേര് മഹാന്മാർ ജോലി കിട്ടാൻ വേണ്ടി നുണ പറയുകയും പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട് ജോലി പോവുകയൊക്കെ ചെയ്തിരിക്കണം. പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ പ്രാണസങ്കടേ, അവനവൻ്റെ ജീവൻ പോകുന്നു കണ്ടാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ചില കലാപങ്ങൾ നടക്കുമ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതെന്ന് അറിഞ്ഞാൽ നമ്മുടെ തല പോകും. അപ്പോൾ എന്ത് പറയണം? ഹിന്ദു ആണെന്നെങ്ങാനും പറഞ്ഞാൽ നമ്മുടെ തല പോകുന്നതാണെങ്കിൽ മറ്റൊരു വാളുമൊക്കെ വന്നിട്ട് എന്താ പേര്? മുഹമ്മദ് എന്ന് പറഞ്ഞേക്കണം. എന്താ? നമ്മുടെ തല പോകരുത്. അതവിടെ പ്രാണസങ്കടേ. ഗോ ബ്രാഹ്മണാർത്ഥേ ഹിംസായാം, പശുവിൻ്റെ ജീവൻ രക്ഷിക്കാനും ബ്രാഹ്മണൻ്റെ ജീവൻ രക്ഷിക്കാനും വേണമെങ്കിലും പറയാമെന്നാണ്. ഒരു പശുവിനെ ഒരാൾ കൊല്ലാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ആ സമയത്ത് അയ്യോ ഇതിനെ കൊല്ലുമല്ലോ എന്ന് വിചാരിച്ച് ഒരാൾ വഴിക്ക് വെച്ചപ്പോൾ കൊണ്ടുപോകുന്നു. അതേ, താൻ എന്താ ഈ പശുവിനെ കൊല്ലാൻ കൊണ്ടുപോവാ? ഇടോ, അത് കൊല്ലണ്ട, അത് ഗർഭിണിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ, ആണോ എന്നാൽ കൊല്ലണ്ട എന്ന് വിചാരിച്ച് അയാൾ കൊല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ അതിനിടയ്ക്ക് അയാൾ മരിച്ചു പോയാൽ രക്ഷപ്പെടുമല്ലോ. അങ്ങനെ ഒരു പശുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നുണയും. അതുകൊണ്ട് പറയാം, എല്ലാ സമയത്തും നുണ പറഞ്ഞു എന്നുള്ളത് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ബലിരേവം ഗൃഹവതി കുലാചാര്യേണ ഭാഷിത, ആ ഗുരുനാഥൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും ഒരു അക്ഷരം അങ്ങനെ ആവാം എന്ന് പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, സത്യം ഭഗവതാ പ്രോക്തം, അങ്ങ് പറഞ്ഞ് ഗുരുനാഥ അങ്ങ് പറഞ്ഞത് മുഴുവൻ സത്യമായിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെ എൻ്റെ ധനം വിത്തലോഭേന, പൈസയോടുള്ള ആഗ്രഹം കൊണ്ട് എങ്ങനെ ഈ വിളിച്ചു വരുത്തി സൽക്കരിച്ച ബ്രാഹ്മണ ബാലിന് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തരില്ല എന്ന് പറയും? അത് സർവം സോഢുമലമ്മന്യേ, എനിക്കെല്ലാം സഹിക്കാൻ തയ്യാറാണ്, എൻ്റെ ധനം മുഴുവൻ പൊക്കോട്ടെ, കിരീടം മുഴുവൻ പൊക്കോട്ടെ, നരകത്തിൽ പോകേണ്ടി വന്നിട്ട്, പക്ഷേ എന്ത് ഞാൻ യഥാ വിപ്രപ്രലംബരാൽ, ഒരു ബ്രാഹ്മണനെ തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന പോലെ ഒരു ദോഷം അതെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഗുരുനാഥൻ എന്നോട് ക്ഷമിക്കണം. പിന്നെ അങ്ങയോട് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഇത്രയും കാലം ഗുരുന്ന സസ്യാൽ ജനനീ നസാസ്യാൽ പിതാ നസസ്യാൽ സ്വജനോ നസസ്യാൽ, ആരാ ഈ ഗുരു എന്ന് പറയുന്നത്? ഈശ്വരനെ കാണിച്ചു തരുന്ന ആളാണ്. അങ്ങ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വിഷ്ണുവാണെന്ന്. അതുകൊണ്ട് അങ്ങയ്ക്കൊരു നമസ്കാരം. ഗുരുനാഥനെ വീണ്ടും നമിച്ചു. മനസ്സുകൊണ്ട് ഇത് ഇഷ്ടമായി ശുക്രാചാര്യർക്ക്. ശിഷ്യോ മഹാത്മാ, എൻ്റെ
ശിഷ്യൻ കേമൻ തന്നെയാണ്, പക്ഷേ പുറമേ കാണിച്ചില്ല. അശ്രദ്ധിതം ശിഷ്യം, നീ എന്താ പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കാണ്ട് കൊടുക്കാൻ ഭാവിക്കുകയാണെങ്കിൽ നിനക്കുണ്ടാക്കി തന്ന ഐശ്വര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകട്ടെ എന്നൊരു ശാപം കൊടുത്തു. ശപിച്ചിട്ടും അദ്ദേഹം വാക്ക് മാറ്റാൻ ഗുരുണ ശബ്ദ, ഗുരു ശപിച്ചിട്ട് പോലും അദ്ദേഹം ഗുരുനാഥ ഞാൻ എന്തൊക്കെയായാലും ഞാൻ കൊടുക്കുന്നുണ്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഭഗവാനോട് ഒരു അപേക്ഷ വെച്ചു, ഭഗവാൻ ഒരു കാര്യം, എൻ്റെ ഒരു മോഹമാണ്. എന്താ? അങ്ങ് ഗുരുനാഥൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈശ്വരനാണ്. നേരത്തെ ഞാൻ കാല് കഴിയിച്ചു, പക്ഷേ ഒന്നുകൂടി കാല് കഴിയിച്ചാൽ കൊള്ളാമെന്ന് മോഹമുണ്ട് എന്ന് പറഞ്ഞു. അതിനെന്താ? ഭഗവാൻ നല്ല സിംഹാസനത്തിൽ ഒന്നുകൂടി ഭഗവാനെ ഇരുത്തി സ്വർണം കൊണ്ടുള്ള താഴെ വെച്ചു. കാല് കഴിയിക്കാൻ ഭാവിച്ചു. വിന്ധ്യാവലി ബലിയുടെ പത്നിയാണ്, ഓടി വന്നു. വിന്ധ്യാവലി പേടിച്ചിരിക്കുകയായിരുന്നു. ഭഗവാനെ ഈ ഗുരുനാഥൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ വസ്തു എൻ്റെ ഭർത്താവ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കണം? അങ്ങനെയൊന്നും പറയരുതേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ സന്തോഷമായി, കൊടുക്കാമെന്നല്ലേ പറഞ്ഞു, ഒരിക്കലും എൻ്റെ ഭർത്താവ് കള്ളനാണെന്ന് ആരും ഇനി പറയില്ലല്ലോ. ഞാൻ വീത്തി തരാമെന്ന് പറഞ്ഞു. ആ വെള്ളം വീത്തി കൊടുത്തു. ഇദ്ദേഹം കാലം കൊണ്ട് കഴുകി, അത് തന്നെ തെളിച്ചു, അവിടെ പത്നിയെ തെളിച്ചു, എല്ലാവരെയും തെളിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരി അങ്ങ് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് ഓം ദൽസൽ എന്ന് പറഞ്ഞ് വെള്ളം അദ്ദേഹത്തിനായിട്ട് കൊടുത്തു. പിന്നീട് ഭഗവാൻ പുറത്തേക്ക് തദ്വാമനം രൂപമവർദ്ധതാത്ഭുതം, വാമന ചെറിയ ഉണ്ണിയായിട്ടുള്ള ആ രൂപം അങ്ങോട്ട് വളർന്നു വലുതായി 17-14 ലോകവും നിറഞ്ഞു നിൽക്കുന്ന പാതാളമേതസ്തിപാദം മൂലം പഠന്തി പാഷ്ണിപ്രപദേ രസാതലം, പാതാളം മുതൽ സത്യലോകം വരെയുള്ളതായ എല്ലാ ലോകങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ കണ്ട് ഇദ്ദേഹം തൊഴുതു പിടിച്ചുകൊണ്ട് അത് തന്നെ സഹർത്തിക ആചാര്യ സദസ്യതൽ തന്നെയും ഗുരുനാഥനെ എല്ലാവരെയും ആ സ്വരൂപത്തിൽ കണ്ടു. അങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ പാദം ഒരെണ്ണം ഉയർത്തി മുകളിലേക്കുള്ളതായ സത്യാദി ലോകങ്ങൾ വരെ അളന്നെടുത്തു. അവിടെ ചെന്ന സമയത്ത് ബ്രഹ്മാവ് ഭഗവാന്റെ പാദം ഉയർന്നു വരുന്നത് കണ്ട് കമണ്ഡലുവിലെ വെള്ളം കൊണ്ട് ആ പാദം നന്നായിട്ട് കഴുകിച്ചു. ആ വെള്ളമാണ് ഇപ്പം 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ പാദം കൊണ്ട് ഭൂമി മുതലായ താഴത്തേക്കുള്ള ലോകം മുഴുവൻ അളന്നെടുത്തു. ശരീരം കൊണ്ട് അന്തരീക്ഷം മുഴുവൻ അളന്നു. ഇനി തദീയം അണ്വവി, ഒരു മുട്ടുസൂചി കുത്താനുള്ള സ്ഥലം പോലും ഇനി ബാക്കിയില്ല എന്നുള്ള അവസരം വന്നപ്പോൾ ജാമ്പവാൻ ഗരുഡനോട് ഭഗവാൻ നിർദ്ദേശിച്ച് അയാളെ പിടിച്ചു കെട്ടാൻ പറഞ്ഞു. അതിലെ വരുണപാശം കൊണ്ട് ഈ ബലിയെ ബന്ധിച്ചു. എന്നിട്ട് ഭഗവാൻ പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് എന്താ പറയുന്നത് ധർമ്മമാണെന്നുള്ള നിലയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഉണ്ണിക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ ഞാൻ 3 അടി മണ്ണേ ചോദിച്ചുള്ളൂ, പക്ഷേ എനിക്ക് 2 അടിയേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പറയാം പ്രതിശ്രുതസ്യ ആദാനേന, തരാമെന്ന് പറഞ്ഞ 3ാമത്തെ അടി എനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ നരകത്തിൽ പോകാൻ തയ്യാറായിക്കോളൂ. ഇനി പറയേ ഏതായാലും തന്നാലും നരകത്തിൽ പോവും. അതെന്താ? ഗുരുവിൻ്റെ വാക്ക് ലംഘിച്ചുകൊണ്ട് നരകത്തിൽ പോകണം. ഇനി അപ്പോൾ ഏതായാലും അങ്ങേക്ക് നരകേ വാസ ഇഷ്യതേ, നരകത്തിൽ പോകേണ്ടി വരുന്നതിന് യാതൊരു സംശയമില്ല, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ബലി കുലുങ്ങിയില്ലെന്ന് പറഞ്ഞത്. അദ്ദേഹം പറയും യദ്യുത്തമ ശ്ലോക ഭവാൻമമേരിതം സത്യം. തൊഴുതു പിടിച്ചുകൊണ്ട് ഭഗവാനോട് ബലി പറഞ്ഞു, ഭഗവാനെ അങ്ങ് വിചാരിച്ചാൽ 2 അടി കിട്ടിയെന്നുള്ള സമ്മതമാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാൽ പറയാം 2 അടി തരാൻ കഴിവുള്ളതായ ഈ ബലി പറയാണ് അങ്ങേക്ക് 3ാമത്തെ അടി തന്നിരിക്കുന്നു. ഗുരുവായൂർ വേങ്ങേര് പറയുകയാണ് ഭഗവാൻ ഞെട്ടിപ്പോയി എന്ന് കേട്ടിട്ട്. കാരണം ഇനി ഒന്നും കൊടുക്കാനില്ല. എന്നിട്ട് പറയുകയാണ്, ബലി പറയുകയാണ് 3ാമത്തെ അടി ഞാൻ തരും. എന്നിട്ട് അദ്ദേഹം ഒരു നിയമം പറയുക, ഏത് കോടതിയിൽ ചെന്ന് ചോദിച്ചാലും നമ്മുടെ സ്വത്തിനാണോ വില കൂടുതൽ, സമ്പാദിച്ച ആൾക്കാണോ വില കൂടുതൽ? ഞാൻ കോടതി പറയും സമ്പാദിച്ച ആൾക്ക് തന്നെയാണ് വില കൂടുതൽ. ഞാൻ എൻ്റെ കൈക്കരുത്ത് കൊണ്ട് സമ്പാദിച്ചതായി 17-14 അങ്ങേക്ക് 2 അടിക്കത് കഴിഞ്ഞില്ലേ, സമ്പാദിച്ച ഞാനിപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ അഹങ്കാരവും ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം. എൻ്റേത് മുഴുവൻ അളന്നെടുത്തു, പക്ഷെ ഞാനിപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഈ എന്നെ ഞാൻ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. പക്ഷെ വന്നപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ണിയായിട്ടാണ് വന്നത്. ആ ചെറിയ പാദം പഴയതുപോലെ ആ സ്വരൂപമൊന്നും സ്വീകരിച്ച കുഞ്ഞിക്കാലടി എൻ്റെ ശിരസിലൊന്ന് വെച്ച് ബലി കള്ളനല്ലാട്ടോ എന്ന് പറഞ്ഞാൽ ഞാനും രക്ഷപ്പെട്ടു, അങ്ങയും രക്ഷപ്പെട്ടു. ഭഗവത് ചോദിച്ചേ അതെന്താ എനിക്കെന്താ? അല്ല, അങ്ങയെപ്പറ്റിയും ആൾക്കാർ പറയും. ചെറിയ ഉണ്ണിയായിട്ട് ചെന്ന് അവിടെ വലിയ വേഷം കെട്ടി ആ ബലിയെ ചതിച്ചു എന്ന് അങ്ങയെക്കുറിച്ചും പറയില്ലേ. പക്ഷേ അത് ഒഴിവാകാൻ ഇപ്പോഴും മാർഗമുണ്ട്. ആ സ്വരൂപം ഒന്ന് പഴയതുപോലെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞ് തൻ്റെ ശിരസ് കുനിച്ചു. ഈ സമയത്ത് അത്ഭുതപ്പെട്ടു പോയി. ഭഗവാൻ പോലും ഇദ്ദേഹത്തിൻ്റെ ആ ധർമ്മബുദ്ധി കണ്ടിട്ട് പെട്ടെന്ന് ബ്രഹ്മാവ് അവിടെ എത്തിച്ചേർന്നു. പ്രഹ്ലാദൻ വന്നു.
പ്രഹ്ലാദൻ കാൽക്കൽ വീണ് നമസ്കരിച്ച് പറയാം, ഭഗവാനെ ഒരു കാര്യം, എനിക്ക് ഭഗവാനെ കുറിച്ച് പരാതി പറയാനുണ്ട്. എന്താ? പത്മകരപ്രസാദ. എന്നെ അനുഗ്രഹിക്കാൻ വന്ന സമയത്ത് ആ മനോഹരമായ താമര പോലെ സുന്ദരമായ കൈകൊണ്ടല്ലേ അനുഗ്രഹിച്ചത്, പക്ഷേ എൻ്റെ മകൻ്റെ മകനായപ്പോൾ കാലുകൊണ്ടല്ലേ അനുഗ്രഹിക്കാൻ പോകണം, എന്നെക്കൂടി ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു നന്നായി. കാരണം ഈ ഐശ്വര്യങ്ങളൊക്കെ തന്നെ പലതരത്തിൽ അഹങ്കാരം ഉണ്ടാക്കാൻ കാരണമാവും. അതുകൊണ്ട് യശ്രീ ആത്മമോഹന തന്നെപ്പോലും മറക്കാൻ കാരണമായി തീരും. അതൊക്കെ തട്ടിപ്പറിച്ചെടുത്ത് നന്നായി. തദേവ ശോഭനം. അപ്പോൾ നമ്മൾ പറയുന്നത് സ്വത്തുക്കൾ ഉണ്ടാവുന്നതാണ് വിഷമം. കുചേലനും പറഞ്ഞ എന്താ? അധനോയം ധനം പ്രാപ്യമാദ്യന്നുച്ചേർന്ന മാം സ്മരേൽ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരിനാദതാൽ. ധനമില്ലാത്ത എനിക്ക് ധനം കിട്ടിയാൽ ഞാൻ അഹങ്കരിച്ച് കൃഷ്ണനെപ്പോലും മറക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ധനമൊന്നും തരാതിരുന്നത് എന്ന സുദാമാവിന് തോന്നിയത്. അതുപോലെ ഇവിടെ പറയുകയാണ്, തന്നെ മറക്കാനിടയാവുന്ന ഈ ഐശ്വര്യങ്ങളൊക്കെ അത് മാത്രമല്ല, ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മരണസമയം വരെ ഇതൊക്കെ പ്രയോഗം. അത് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം ഗിലാം. ഒറ്റയ്ക്ക് പോകണ്ടേ? അപ്പം പിന്നെ ഇതൊക്കെ എന്തിനാ? അതുകൊണ്ട് സന്തോഷമായിരുന്നു. വിന്ധ്യാവലി വന്നു. അതിനുമുമ്പ് ബ്രഹ്മാവ് പറയണമെന്നൊക്കെ വിചാരിച്ചു എന്ന് പറഞ്ഞ്, പക്ഷേ വെങ്ങേരി പറയാം, അതെ എൻ്റെ ഭർത്താവില്ല, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന്. അദ്ദേഹം പറഞ്ഞു, ക്രീഡാർത്ഥാത്മനൈതം ത്രിജഗൽകൃതം തേ. അങ്ങയ്ക്ക് ക്രീഡിക്കാൻ വേണ്ടിയിട്ട് ഈ 24 ലോകം ഉണ്ടായി. അതിൽ ഓരോ സ്ഥലം ഓരോരുത്തരോട് ഭരിച്ചോളാനൊക്കെ പറഞ്ഞ് ഈ ബലിക്കും കൊടുത്തു ഒരു സ്ഥലം. എന്നിട്ട് അയാളുടെ അഹങ്കാരം നോക്കണേ. അങ്ങ് വന്നപ്പോൾ പറയാണ്, ലോകാനാമേകമീശ്വരൻ, ഞാനാണ് ലോകത്തിന് വേണമെങ്കിൽ എന്താണെന്ന് ചോദിച്ചോളാം. എല്ലാത്തിനും സ്വാമിയായ ഭഗവാനോട് പറയുകയാണ് ഞാൻ തരാം. അത് കുറച്ച് അഹങ്കാരമല്ലേ? അതുകൊണ്ട് ഈ ശിക്ഷ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഭർത്താവിന് കൊടുത്ത ശിക്ഷയെപ്പറ്റി ഭാര്യ പറയുകയാണ്. അതിന് ഒരു കാരണം പറഞ്ഞു. എന്ന മാതാ പിതാ ഭ്രാത സുഹൃദശ്ച ആദിസന്ധി. കുട്ടികൾ നേരെ ആവണമെങ്കിലേ ഒന്നുകിൽ അച്ഛൻ അല്ലെ അമ്മ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നല്ല അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നേരെയാവും. അതേസമയം അത് കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾ നശിക്കും. ഇയാൾക്കത് ആരും ഇയാളെ ശിക്ഷിച്ചിട്ടില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നാട്ടിലൊരു ഭാഷ പറയും, അടച്ചു വേവിച്ച കറിയും അടിച്ചു വളർത്തിയ കുട്ടികളും നേരെയാവുമെന്ന് പറയും. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയായിരുന്നു. ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു അവസരം കിട്ടിയപ്പോഴേ, അതെ എന്താ ഭഗവാൻ ഇങ്ങനെ ചെയ്യണത്? ഒരു കറുകയുടെ നാമ്പ്, ഒരു തുളസിയില, കുറച്ച് വെള്ളം ഒക്കെ സമർപ്പിച്ചാൽ പോലും അവരോട് സന്തോഷിക്കുന്ന അങ്ങ് ഇതുപോലെ ഇയാളെ പിടിച്ചു കെട്ടിയത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഭഗവാൻ കുറച്ച് ഗൗരവമായിട്ട് പറഞ്ഞു, അതെ എനിക്കറിയാം എൻ്റെ ഭക്തനെ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന്. നിങ്ങൾ ഒക്കെ അനുഗ്രഹിക്കണ പോലെ അല്ല എൻ്റെ അനുഗ്രഹം. കാരണം ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ആദ്യം അവൻ്റെ ധനം മുഴുവൻ തട്ടിപ്പറിക്കും, ഒന്നുമില്ലാതെയാക്കി. ധനം മുഴുവൻ ഇല്ലാണ്ട് ബന്ധുക്കൾ മുഴുവൻ അയാളെ കൈയൊഴിയും. അങ്ങനെ അവനെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും, ഗുരുവായൂരപ്പ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല കേട്ടോ എന്ന് പരമാവധി അവനെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷമാണ് എൻ്റെ ഒരു അനുഗ്രഹം. പിന്നെ ഞാൻ എത്ര അനുഗ്രഹിച്ചാലും അവൻ ഒരിക്കലും നശിക്കുകയില്ല. ഞാൻ ഇയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. എന്നിട്ട് വേഗം കെട്ടഴിച്ചു. ഭഗവാൻ തന്നെ പറയും, ഇന്ദ്രസേന മഹാരാജ യാഹിഭോ സുതലം. അങ്ങ് ഇന്ദ്രസേന മഹാരാജാവേ, അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? ഈ സ്വർഗത്തിൽ കുറച്ചു കാലം ഇരിക്കണമെന്ന് മോഹിച്ചു, അത്രയല്ലേ ഉള്ളൂ. അങ്ങേ ഞാൻ പറഞ്ഞു വിടാൻ പോണു സ്വർഗത്തിനേക്കാൾ സ്വർഗിഭി പ്രാർത്ഥ്യം. ദേവന്മാരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ സുതലോകത്തിൻ്റെ താക്കോലും തരുമെന്ന് തുറന്ന് കണ്ടാൽ കൊള്ളാം. പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ബലിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ ലോകം സ്വർഗത്തേക്കാൾ സുന്ദരമാണ്, അങ്ങോട്ട് പൊക്കോളൂ. ആരെയൊക്കെ കൂട്ടണമെന്ന് വെച്ചാൽ ആവാം, ഭാര്യ വേണേ ആവാം, മുത്തശ്ശനെ കൊണ്ടുപോകാം. അവിടെ ഞാനേ കാവക്കാരുണ്ടായിട്ടും അവിടെ ഒരാളും അങ്ങേ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഗദാപാണി, ഗദയും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങേക്ക് കാവൽക്കാരനായിട്ട് ഞാനവിടെ ഉണ്ടാവും. പിന്നെ സ്വർഗത്തിൽ ഇപ്പം ഞാൻ ഒരാൾ ഭരിച്ചോളാൻ പറഞ്ഞ് കുറച്ച് കാലം അയാൾക്ക് സമയം കൊടുത്തു. അതിനിടയ്ക്ക് ചെന്ന് അങ്ങ് ഇന്ദ്രനായാൽ ശരിയാവുമോ? അടുത്ത ജന്മത്തിൽ, അടുത്ത മന്വന്തരത്തിൽ ഞാൻ അങ്ങേ ഇപ്പോഴേ ഇന്ദ്രനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അപ്പോഴേ അപ്പോയിൻമെൻറ്റ് ഓർഡർ എഴുതി കൊടുത്തു. അപ്പോൾ ഭഗവാൻ 2 രൂപം അങ്ങോട്ട് സ്വീകരിച്ചു. ഉപേന്ദ്രൻ എന്ന പേരിൽ ഇന്ദ്രന് നഷ്ടപ്പെട്ടു പോയതായ സ്വർഗസുഖങ്ങളൊക്കെ തിരികെ കൊടുക്കാനും, വാമനമൂർത്തി എന്ന നിലയ്ക്ക് ഗദയും കയ്യിൽ പിടിച്ച് പ്രഹ്ലാദനോടും മഹാബലിയോടും ഒപ്പം സുതല ലോകത്തേക്കും പോയ ആ ഭഗവാൻ പോണതിന് മുമ്പ് ശുക്രാചാര്യ വിളിച്ചു പറഞ്ഞു, അതെ ഒരു കാര്യം, യാഗം മുഴുവനായില്ല കേട്ടോ, അതൊന്ന് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ സമയത്ത് കുതസ്ഥൽ കർമ്മവൈഷമ്യം, ഇതെന്തിനാ മുഴുവനാക്കണത്? കാരണം യാതൊരു യാഗത്തിൻ്റെ ഫലം കൊടുക്കേണ്ട ആളാണോ നേരിട്ട് വന്ന് അവിടെ അനുഗ്രഹിച്ചത്, എല്ലാവരെയും അനുഗ്രഹിച്ചു, പിന്നെ ഇനി ഇത് പൂർത്തിയാക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്.
അങ്ങനെയല്ല, ഒരു യാഗം തുടങ്ങിയാലേ അത് മുഴുമിപ്പിക്കണം. അപ്പോൾ പറഞ്ഞു, ശരി, സർവം കരോതി നിശ്ചിദ്രം, അങ്ങയുടെ വാക്ക് തവാജ്ഞാനുപാലനം, ഭഗവാന്റെ വാക്ക് അനുസരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്, അതുകൊണ്ട് ഞാൻ ചെയ്തേക്കാം. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഈ കർമ്മത്തിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സർവം കരോതി നിശ്ചിദ്രം നാമസങ്കീർത്തനം തവാ, എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യങ്ങൾ ഒരു ഗൃഹത്തിലോ ഒക്കെ നടക്കുന്ന സമയത്ത് അവസാനം എന്ത് ചെയ്യും? സഹസ്രനാമം ജപിക്കുക. അതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതെന്തിനാ? സർവം കരോതി നിശ്ചിദ്രം നാമസങ്കീർത്തനം തവ. അങ്ങനെ ആ ശുക്രാചാര്യ യാഗം വേണ്ട രീതി സമാപിച്ചു. ഇങ്ങനെ ബലിയെയും ഒരേ സമയത്ത് തന്നെ ഇന്ദ്രനെയും അനുഗ്രഹിക്കാൻ 2 വേഷം കിട്ടിയതായ വാമനമൂർത്തിയുടെ ചരിത്രം അതെത്ര പ്രാധാന്യമുള്ളതാണെന്ന് പറയാം. പിത്രിയെ ദൈവേഥമാനുഷേ, ഈ വാമനാവതാര ചരിത്രം പിതൃക്കൾ സന്തോഷിക്കാൻ വേണ്ടി ശ്രാദ്ധമോ സപിണ്ഡിയോ അതുപോലുള്ള കർമ്മങ്ങൾ നടത്തുമ്പോഴും മനുഷ്യരുടെ ഷഷ്ടിപൂർത്തിയോ സപ്തതിയോ ശതാഭിഷേകമോ പോലെ നടക്കുന്നതായ ആഘോഷ സമയങ്ങളിലും അതുപോലെ ഉത്സവങ്ങൾ മുതലായ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ യാഗാദി കർമ്മങ്ങൾ നടത്തുന്ന സമയത്തോ ഒക്കെ വായിക്കുന്നതും കേൾക്കുന്നതും വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചരിത്രം സമാപിച്ചത്. അപ്പോൾ എന്താ പറഞ്ഞു വരേണ്ടത്? പ്രഹ്ലാദനേക്കാൾ മോളിലായി മകൻ്റെ മകനായി. പ്രഹ്ലാദൻ എന്ത് പറഞ്ഞു? 9 തരം ഭക്തി ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 7 കാണിക്കാൻ പറ്റുള്ളൂ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം വരെ പറ്റുള്ളൂ. പക്ഷേ മകൻ്റെ മകനായപ്പോൾ ആത്മനിവേദനം, തന്നെ കൂടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അതാണ് നമ്മളോടും പറയണത്. ബലി എന്നൊക്കെ നമ്മളൊക്കെ തന്നെയാണ് ഈ ബലികൾ. ബലി എന്ന് വെച്ചാൽ ബലമുണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മളെപ്പോലുള്ള എല്ലാവരും. എന്നിട്ട് എല്ലാവരും പറയും, നീ എന്നോട് ഞാനുണ്ടല്ലോ ചെയ്തു തരാം എന്നൊക്കെ അഹങ്കരിക്കും. പക്ഷേ അവസാനം എന്തായി? അങ്ങ് വിചാരിച്ചാൽ എനിക്ക് എൻ്റെ വാക്ക് പാലിക്കാൻ പറ്റും എന്ന് പറയേണ്ടി വന്നു. എല്ലാം തന്നെ കൂടി സമർപ്പിച്ചപ്പോഴാണ് ഭഗവാൻ. അപ്പം നമ്മളും ഇതുപോലെയാണ്. ഞാനെന്നും എൻ്റേതെന്നുള്ളതായ ആ ഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മഹാബലിയായിട്ട് തീരും. ഒരിക്കലും നാശം വരാത്ത സുതലത്തിലേക്കായിരിക്കും നമ്മൾ എത്താൻ പോണത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ അതിന് പറ്റിയൊരു സന്ദർഭം കൂടിയാണ്. കാരണം മഹാഭാഗവതനായ ഭാഗവതഹംസം അദ്ദേഹം ഈ പ്രഹ്ലാദനെ പോലെ തന്നെ പൂർണ്ണമായിട്ടും അവനവൻ്റെ ജീവിതവും മനസ്സും ശരീരവും ഒക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹം ഒരിക്കലും കോട്ടം വരാത്ത ആ ഭക്തിയുടെ സുതലത്തിൽ തന്നെയാണ് വിരാജിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഭഗവാനെക്കുറിച്ചും വാമനാവതാരത്തെക്കുറിച്ചും സമയം കൂടിയോ നിശ്ചയില്ല. അത് സജ്ജനങ്ങൾ പൊറുക്കുക, സമയം കൂടിയിട്ടുണ്ടെങ്കിൽ. കാരണം ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഇത്രേ പറയാവൂ എന്ന് പറയാൻ പറ്റില്ല, വാക്കുകൾ പോരാതെ വരും. എല്ലാവർക്കും നന്മ വരട്ടെ. എൻ്റെ വാക്കിലെ നല്ല കാര്യങ്ങളെല്ലാവരും സ്വീകരിക്കുക. തെറ്റുകൾ ഉണ്ടെങ്കിൽ ഭഗവാനും ഗണപതി പൊറുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.